സങ്കീർത്തനങ്ങൾ അതിൻ്റെ 18-ാം അധ്യായം 35 വാക്യങ്ങൾ. ഹല്ലേലൂയ. നിന്റെ രക്ഷയെന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹോരബ ശന്തരരരദരബ. യേശുവിൻ്റെ വലങ്കൈ ഹല്ലേലൂയ എന്നെ താങ്ങിയിരിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ we praise you Jesus. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം യേശുവേ. ഒരു യോഗ്യതയുമില്ലാത്ത കാര്യങ്ങളെ കർത്താവേ തിരുസന്നിധിയിൽ യോഗ്യതയുള്ളവനാക്കി മാറ്റുവാൻ മതിയായ എൻ്റെ യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യത്തിൻ്റെ നിറവിൽ നാം ആയിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. Oh, we praise you Jesus. എല്ലാ തരങ്ങളും ചലിച്ചാട്ടെ. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ അത്ഭുത നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഓരബശന്തരേ. സർവഭൂമിക്കും രാജാവായ ദൈവത്തെ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ, എന്നെ വീണ്ടെടുത്തവനായ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. എന്നെ മാനിച്ചും വഴി നടത്തുവാൻ മതിയായ എൻ്റെ യേശുവിൻ്റെ നാമത്തെ Oh, we praise you Jesus. ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീയോർത്തതിനാ. ഹല്ലേലൂയ. എന്നെ നീ മാനിച്ചതിനാ. എന്തു ഞാൻ പകരം നൽകും, നീ കരുതും കരുതലിനാ. യേശുവേ നീയോർത്തതിനാ. ആമേൻ. എന്നെ നീ മാനിച്ചതിനാ. എൻ രക്ഷയായ ദൈവം, എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ. എൻ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. സർവഭൂമിക്കും സർവഭൂമിക്കും രാജാവ് നീ, ഇസ്രായേലിൻ പരിശുദ്ധൻ നീ. എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. Oh, we praise you. സർവഭൂമിക്കും സർവഭൂമിക്കും ആമേൻ. സർവഭൂമിക്കും രാജാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. യേശുവേ എന്നെ വീണ്ടെടുത്തോ, എന്നെ വീണ്ടെടുത്തോനും നീയേ, നിന്റെ പ്രവൃത്തികളാതി. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഹല്ലേലൂയ. എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിന്റെ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ, നീ നല്ലവൻ, നീ നല്ലവൻ. യോഗ്യനേശുവേ, യോഗ്യനേശുവേ.
എല്ലാ നാവുകളും യോഗ്യനേശുവേ നീ നല്ലവൻ, നീ നല്ലവൻ. ഓ യോഗ്യനേശുവേ, യോഗ്യനേശുവേ നീ നല്ലവൻ, നീ നല്ലവൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ. യെസ് ലോർഡ്. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്ക് നന്ദിയോടെ. Oh, we praise you. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശു. Hallelujah Lord. Amen. അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്ത ആ സകല നന്മകളെയും ഓർത്തുകൊണ്ട് ആ യേശുവിനൊന്ന് നന്ദി കരേറ്റാമോ? ഹല്ലേലൂയ. നന്ദിയോടെ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ. ഹല്ലേലൂയ. Oh, we praise you. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെ നിൻ കൃപ വരങ്ങൾ ചൊരികയെന്ന്. ഹല്ലേലൂയ. വരും കാലമൊക്കെ യെസ് ലോർഡ്. അർഹിക്കാത്ത അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. ഹല്ലേലൂയ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും. ആമേൻ. സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ
എന്നെ പുലർത്തും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ യെസ് ലോർഡ് കൂടെയുണ്ട്. വളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും. ആശ്രയിപ്പാൻ യെസ് ലോർഡ് വിശ്വാസത്തോടെ ആശ്രയിപ്പാൻ യോഗ്യനായൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ യെസ് ലോർഡ് ഹല്ലേലൂയ ആമേൻ. യാത്ര ചെയ്യും ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ ഹല്ലേലൂയ കൂടെയുണ്ട്. തളരാതെ ഹല്ലേലൂയ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസത്തോടെ ഒന്ന് പാടിയാട്ടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ഹല്ലേലൂയ ലോർഡ് യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യം യെസ് ലോർഡ് എൻ്റെ സകല ആവശ്യങ്ങളും അറിയുന്നൊരു ദൈവം. എൻ്റെ ദുഃഖകാലങ്ങളിൽ എന്നെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇതുപോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. എന്നെ കരുതും, എന്നെ കരുതും, എന്നും പുലർത്തും. എൻ്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൽ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും വിശ്വാസത്തോടെ സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ ഹല്ലേലൂയ യാത്ര ചെയ്യും പ്രത്യാശയോടെ. Oh, we praise you, Jesus, Lord. നന്ദി യേശുവേ, നന്ദി രാജാ. തിരുവചനം പറയുന്നത് പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. ഓ വി പ്രൈസ് യു ജീസസ്. നാം പാടിയതുപോലെ എൻ്റെ ഏതു സാഹചര്യങ്ങളിലും
എന്നെ കരം പിടിച്ച് വഴി നടത്തുന്നൊരു ദൈവം ഇന്ന് നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്തുകൊണ്ട് നമ്മുടെ സകല ഭാരങ്ങളും അവൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്താട്ടെ. ഹല്ലേലൂയ. വി പ്രൈസ് യു ജീസസ് ലോർഡ്. എൻ്റെ കഷ്ടങ്ങളിൽ എനിക്ക് നല്ല തുണയായി എൻ്റെ യേശുവിൻ്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഓ വി പ്രൈസ് യു ജീസസ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഇന്നെൻ്റെ കണ്ണുനീർ തുടക്കുവാൻ മതിയായ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യമുള്ളതിനെ ഓർത്ത് കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. എനിക്കായി കരുതുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, വഴിയൊരുക്കും അവൻ ആഴികളിൽ. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും. വല്ലവൻ പുതുവഴി തുറന്നിടും. വാതിലുകൾ പലതും അടഞ്ഞിടും. വല്ലവൻ പുതുവഴി നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ ആമേൻ കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, വാഗ്ദത്തം. ഓ വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ. വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ വചനങ്ങൾക്കു. ഹല്ലേലൂയ. വാനവും ഭൂമിയും മാറിയിടുമേ വചനങ്ങൾക്കു. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. യെസ്. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. ആമേൻ. കഷ്ടങ്ങളിൽ നല്ല തുണയേശു. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ വലയുകയോ, ഭാരങ്ങളാൽ നീ തളരുകയോ. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ചിടും. അടിപ്പിണരാൽ അവൻ സൗഖ്യം തരും. ഹല്ലേലൂയ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ. ആമേൻ. വിശ്വാസത്തോടെ യെസ് ലോർഡ്. വഴിയൊരുക്കും അവൻ ആഴികളിൽ. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവൻ ആഴികളിൽ. വലം കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടും. വല്ലവൻ പുതുവഴി തുറന്നിടും. വാതിലുകൾ പലതും അടഞ്ഞിടും.
നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല യേശു എന്ന നാമമേ, ഓ യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും പാടി പുകഴ്ത്തിടാം, പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ശകതം വാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ. ഹല്ലേലൂയ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശുവേ, നാം പാടി പുകഴ്ത്താം. യെസ് ലോർഡ്. ഇന്നലെയും എന്നും എന്നും മാറാ യേശുവേ. ആ യേശുവിനെ ഉച്ചത്തിൽ യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനിന്ന് വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാൽ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവ. ഹല്ലേലൂയ. യെസ്. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാതയിൽ. യേശു, ഓ യേശുവെന്ന നാമമേ. ശകതം തേരേ രേ ഹൂരാദകരം തകരം തേരേ രേ ശക്തേരേ ഹൂരാദകരം തേരേ ഹൂരാബാ ശക്തകരിക്കാരാദകരം തേരേ ശകതം തേരേ ഹൂരാദകരം തേരേ വൈഡം നാദകരം തേ ഹൂരാദകര ഉടകനം തേ ഹൂരാബാ ശക്തേ. യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. യേശുവെന്ന നാമമേ, എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ, ഞാനെന്നും ഹല്ലേലൂയ. കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ യേശുവിന്റെ അത്ഭുത നാമത്തെ. Oh, we praise you, Jesus. Hallelujah. Amen. 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 നാം പാടിയതുപോലെ ഹല്ലേലൂയ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നാം പുറത്തോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ പല വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ അടഞ്ഞ അവസ്ഥകളെല്ലാം യേശു ഇന്ന് വിടുവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. We praise you, Jesus alone. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, തിരുമുമ്പിൽ കാഴ്ച വയ്ക്കുവാൻ കർത്താവേ എൻ്റെ സ്നേഹമേ കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ ലോർഡ്, വി പ്രൈസ് യു ജീസസ്. നമുക്ക് വേണ്ടി നമ്മുടെ ഹല്ലേലൂയ
നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയൊരു ദൈവം. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളെ സ്നേഹിക്കുവാൻ ഈ ലോകത്ത് വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഇതുപോലെ നമ്മളെ കരുതുവാൻ, ഇതുപോലെ നമ്മെ വഴി നടത്തുവാൻ മതിയായ വേറൊരു ദൈവം നമ്മുടെ ഈ ഭൂവിലില്ല. ഹല്ലേലൂയ. അത് രുചിച്ചറിഞ്ഞവർ, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം എന്ന് രുചിച്ചറിഞ്ഞവർ, ഹല്ലേലൂയ, പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ കരങ്ങളിലേക്ക്, ഹല്ലേലൂയ, ഹൃദയങ്ങളിൽ നിന്നുള്ള ആരാധന ഇന്ന് മുഴങ്ങട്ടെ. ഹല്ലേലൂയ. We praise you, Jesus. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ, യെസ് ലോർഡ്, എൻ്റെ ഹൃദയം അർപ്പിച്ചിടും. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മറവിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിൻ്റെ വസ്ത്രമുരിഞ്ഞ് തന്നെ താഴ്ത്തിയോനേ, സ്വർഗസുഖ, ഹല്ലേലൂയ, ഓ എന്നെ തേടി, ഹല്ലേലൂയ, തേജസ്സിൻ്റെ വസ്ത്രമുരിഞ്ഞ് തന്നെ താഴ്ത്തിയോനേ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിൻ്റെ പൂ. Oh, we praise. Hallelujah. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു. ഓ, യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ ഇതുപോലൊരു, ഓ ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യം. ആമേൻ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ
കുഞ്ഞാടേ കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ഹല്ലേലൂയ. രാജകീയ പുരോഹിതനാ കരുണയാൽ തിരഞ്ഞെടുത്തു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജ. ഹല്ലേലൂയല്ലോ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, രാജാധിരാജ. ഇതുപോലൊരു ഭാഗ്യം ഇതുപോലൊരു എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. യെസ് ലോർഡ്. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ. ഹല്ലേലൂയ. Oh, we praise you, Jesus. ഇതുപോലെ സ്വന്തം പുത്രനെ നൽകി സ്നേഹിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. We praise you, Jesus. അവൻ നമ്മെ കരുതുന്ന ആ കരുതൽ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, തിരുവചനം പറയുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ ലോർഡ്. അവൻ നമ്മളെ നടത്തുന്ന വിധങ്ങൾ, ഓരോ ദിവസവും അവൻ നമ്മളെ അവൻ്റെ കരം പിടിച്ച് ആ വഴി നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് എത്ര സ്തുതിച്ചാലും മതിവരാത്ത ആ ദൈവത്തിൻ്റെ നാമത്തെ, ഹല്ലേലൂയ, ഒന്ന് ഉയർത്തിയാട്ടെ. വി പ്രൈസ് യു ജീസസ്. അല്പനേരമായ യേശുവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. വി ഗ്ലോറി ടു ജീസസ്. യേശുവിൻ്റെ അത്ഭുത സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യയുള്ളതിനെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ, ഉച്ചത്തിൽ അവൻ്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. We praise you, Jesus, Lord. നന്ദി യേശുവേ, നന്ദി രാജാവേ. അടിയങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവേ, എൻ്റെ പാപത്തിനു വേണ്ടിയിട്ടാണല്ലോ കർത്താവേ അങ്ങ് ക്രൂശിൽ, ഹല്ലേലൂയ, സ്വന്തം രക്തം ചിന്തിയത്. We praise you, Jesus, Lord. നന്ദി യേശുവേ, നന്ദി രാജാവേ. ഹല്ലേലൂയ. We praise you, Jesus, Lord. കർത്താവേ, സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഒരുക്കിയ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്ന യേശുവേ, തുടർന്നും കർത്താവാടിയങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ നയിക്കുന്ന ഓരോ ദൈവദാസന്മാരിലൂടെയും കർത്താവ് നീ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കാം. പരിജ്ഞാനത്തിൻ്റെയും ദൈവഭക്തിയുടെ ആത്മാവ് തന്നെ അവൻ്റെ പ്രമോദം ദൈവഭക്തിയിലായിരിക്കും.
അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയും ആയിരിക്കും. ഈ പ്രത്യാശയുടെ സന്ദേശം നമുക്ക് മുറുകെ പിടിക്കാം. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് തന്നെ, പരിജ്ഞാനത്തിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ്റെ പ്രമോദം ദൈവഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ആമേൻ. ഈ പ്രത്യാശയുടെ സന്ദേശം നമ്മൾക്ക് മുറുകെ പിടിക്കാം. നമുക്ക് പ്രത്യാശയിൽ അർപ്പിക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തം സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് വന്നേ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യേശുവിനെ പരസ്യമായി വെള്ളത്തിൽ മുങ്ങി സാക്ഷീകരിച്ചവർക്കും യേശുവിനെ പരസ്യമായി ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷീകരിച്ചവർക്കും ഇതിൽ നിന്ന് പങ്കാളിയാകുവാൻ അവകാശമുണ്ട്. അല്ലാത്തവർ സ്തോത്രത്തോടെ ആയിരിക്കുവാൻ നിർദ്ദേശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കാനുള്ള സമയമാണ്. ഞാനൊരു വചനം കർത്താവിന് തന്ന ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിക്കാം. മലാക്കി പ്രവചന പുസ്തകം 3-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. പല സമയത്തും നമ്മളുടെ കരങ്ങളിൽ ഇല്ലാതെ വരുന്ന ഒരു അനുഭവം, ശാപഗ്രസ്തമായി പോകുന്നതിൻ്റെ കാരണം ഇവിടെ ദൈവവചനം പറയുകയാണ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല. യോവേൽ പ്രവചന പുസ്തകത്തിലും എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ എന്നെ ഉൾപ്പെടെ തന്നെയാണ്, എന്നോട് ഇടപെട്ട വചനമാണ്. സാമ്പത്തികമായ ചില ഞെരുക്കങ്ങളിലൂടെ എല്ലാം പോയ സമയത്ത് നമ്മളെ തന്നെ, ഞാൻ എന്നെ തന്നെയാണ് ശോധന ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഇപ്രകാരം, അതായത് എന്തുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, യോവേൽ പ്രവചനം 2:25-26 ഇപ്രകാരം പറയുന്നുണ്ട് വചനം. നിങ്ങൾ വേണ്ടുവോളം 25 ഇപ്രകാരം പറയുന്നു:
ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. നമ്മുടെ ചില സമയങ്ങളിൽ ശൂന്യത വരുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഈ യോവേൽ പ്രവചന പുസ്തകത്തിൽ ഒരു മടങ്ങി വരവിനെ കുറിച്ചാണ് പ്രവാചകൻ അവിടെ തുടക്കം മുതലേ, 2-ാം അധ്യായം തുടക്കം മുതലേ പറയുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നമ്മൾ മടങ്ങി ദൈവസന്നിധിയിൽ വരാൻ, ഇപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക മേഖലയിൽ അത് നമ്മളുടെ കയ്യിൽ, അതായത് വെട്ടുക്കിളിയും തുള്ളൻ, ഞാൻ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവവചനം പറയുന്നു ഞാൻ അയച്ചിരിക്കുന്ന. അപ്പോൾ ദൈവം ചില സമയത്ത് വെട്ടുക്കിളിയും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കാനിടയായെങ്കിൽ മാനസാന്തരപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അനുഗ്രഹത്തിന്. ഞാൻ വചനം സ്വീകരിക്കുന്നതോടെ ഒരു കാര്യം മനസ്സിലായി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഉണർവെന്ന് പറയുന്നത്, ആ ഉണർവ് നമ്മളിൽ വന്നാൽ നമ്മളൊന്ന് ദൈവത്തെ സേവിക്കും. വീണ്ടും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നവരായി മാറും. കാരണം നമ്മളിലേക്ക് ആ ഉണർവിൽ ഇതെല്ലാം ഉണ്ട്. രക്ഷ നമ്മൾക്ക് ദാനമാണ്, പക്ഷെ ബാക്കിയെല്ലാം ദൈവം നമുക്ക് തരുന്ന നന്മകൾ ഓരോന്നും നമ്മളുടെ നമ്മൾ ദൈവമായിട്ടുള്ള സമർപ്പണം, അല്ലെങ്കിൽ നമ്മൾ വചനം അനുസരിക്കുന്നതിൽ, നമ്മൾ ദൈവത്തോട് കൊടുക്കുന്ന, ദൈവത്തെ ബഹുമാനിക്കുന്നതിൽ. അപ്പം മലാക്കിയിൽ പറയുന്നത്, വീണ്ടും അതിലേക്ക് വരാം, വെട്ടുക്കിളിയെ ഞാൻ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല, പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ പോവുകയില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ദൈവം ചെയ്യുന്ന വെച്ചാൽ, നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും. നമ്മളിങ്ങനെ ഞെരുങ്ങിയും കഷ്ടം അനുഭവിച്ചും ജീവിക്കാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ചില സമയത്ത് അങ്ങനെ അനുഭവിക്കും ദൈവം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ എന്നെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ശോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് നേരത്തെ യോവേൽ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞ പോലെ, നമ്മൾ ആ മടങ്ങി വന്നു കഴിയുമ്പോൾ കൊടുക്കേണ്ട ദൈവത്തിൻ്റെ ആലയത്തിൽ, ഞാൻ ഈ വചന വിശ്വാസത്തിൽ വന്ന ഉടനെ എനിക്കൊറ്റ കാര്യം മനസ്സിലായി. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടായി. ഞാൻ വിചാരിച്ച് ഇവിടെ കഞ്ഞിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ ദശാംശം ഇട്ടാലല്ലേ അത് കിട്ടുള്ളൂ എന്നൊക്കെയായിരുന്നു അന്ന്. 20 വർഷത്തിന് മുമ്പ് വചനം കേട്ടപ്പോൾ അങ്ങനെ. അന്ന് അത്ര ആ ബുദ്ധിയിൽ മനസ്സിലായുള്ളൂ. വചനം ഇടപെടും തോറുമാണ് വീണ്ടും മനസ്സിലായത്. അപ്പം അതുകൊണ്ട് അനേക ദൈവദാസന്മാരെ സഹായിക്കാൻ നമ്മുടെ ദൈവസഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. ഇനി ഒരു പടി കൂടെ കടന്നാൽ നമ്മൾ വചനം പഠിപ്പിക്കുന്നവർക്ക് നന്മയുടെ ഓഹരി കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങൾ കർത്താവ്, ഇത് നമ്മൾ ചെയ്താൽ നമ്മൾ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നത്, അല്ലാതെ ന്യൂ ലൈഫ് സഭയ്ക്കല്ല നമ്മൾ കൊടുക്കുന്നത്. എനിക്ക് വലിയ തുകയൊക്കെ കൊടുക്കുമ്പോൾ ഉള്ളിലൊരു ഇതായിരുന്നു. പക്ഷേ ആർക്കാണ് കൊടുക്കുന്നത്, എന്തിനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഒരു വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ് അതെനിക്ക് മറ്റുള്ളവരോടും പറയാൻ, ഞാൻ തന്നെ ഒന്ന് ചെയ്യണമല്ലോ, അല്ലെ ഞാൻ തന്നെ കൊള്ളരുതാത്തവളായി പോകാനല്ലല്ലോ ദൈവവചനം. അതല്ലേ യാക്കോബ് അപ്പോസ്തലൻ, നമ്മൾ തന്നെ പ്രസംഗിച്ചിട്ടല്ലേ, നമ്മൾ തന്നെ പ്രബോധിപ്പിച്ചിട്ട് നമ്മൾ തന്നെ കൊള്ളരുതാത്തവരായി പോകാതിരിക്കാൻ, കണ്ണാടിയിൽ മുഖം കണ്ടിട്ട് മറന്നു പോകുന്ന വ്യക്തിയായി തീരാനല്ല, നമ്മൾ വചനം അനുവർത്തിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ കളപ്പുരകൾ, നമ്മുടെ മക്കൾ, അവർ അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ ദശാംശങ്ങളും വഴിപാടും, പുതിയ നിയമത്തിലേക്ക്, ഇത് പഴയ നിയമ വ്യവസ്ഥയാണ്, പുതിയ നിയമത്തിൽ ഇതുമല്ല, ഇതിലും കുറേയും കൂടി കടന്നിട്ടുള്ളതാണ്. മനസ്സൊരുക്കത്തോടെ സന്തോഷത്തോടെ കൊടുക്കുന്നവരെയാണ് ദൈവം പ്രസാദിക്കും. ദൈവം സ്നേഹിക്കുന്നു, അവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾക്ക് കൊടുക്കാനുള്ള നമ്മുടെ കരങ്ങളിൽ എടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇന്ന് സഭയായി അങ്ങ് തന്നത്, ഞങ്ങൾ ഇന്ന് കർത്താവെ ഏറ്റവും നല്ലത്, കർത്താവിൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വെട്ടുക്കിളിയെ ശാസിച്ച തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ ഞങ്ങൾക്ക് മടക്കി തന്ന കർത്താവെ, ഞങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ ഇടുന്നത് കർത്താവെ അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഉപയോഗപ്പെടുവാൻ ഞങ്ങളെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആരെങ്കിലും സങ്കടത്തോടെ കൊടുക്കാനില്ലാത്ത ഇരിക്കുന്നുണ്ടെങ്കിൽ, ആ വിധവയുടെ ചില്ലിക്കാശിനെ കണ്ടേ കർത്താവേ, അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ പൈസ ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, എലിയാവിനെ കാക്കി അയച്ച് ആഹാരം കൊടുത്ത കർത്താവ് ഇന്നൊരത്ഭുതം ചെയ്യുവാൻ ദൈവം വിശ്വസ്തൻ, ഒന്ന് ചെയ്യുവാൻ മതിയായവൻ കർത്താവേ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണട എല്ലാ കണ്ണുകൾ അടച്ചു. ഒരു നിമിഷം എല്ലാ കണ്ണുകൾ അടച്ചു.
കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് പകലിൽ അവിടുത്തെ മാറ്റമില്ലാത്ത സ്വരം കേൾക്കേണ്ടത്. ഞങ്ങളുടെ ഹൃദയങ്ങളെ, കഠിന ഹൃദയങ്ങളെ എല്ലാം മാറ്റിമറിക്കാൻ കഴിവുള്ള അവിടുത്തെ പാറയെ പിളർക്കുന്ന ആ വചനം ഇന്ന് ഞങ്ങൾക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നിമിഷം വരെ അങ്ങേ ആരാധിക്കുവാനും അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും അവിടുത്തെ നന്മയിൽ നിന്ന് ഓഹരി അവിടുത്തെ രാജ്യത്തിൽ വിതറുവാനും വീണ്ടും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുന്നിൽ കടന്നു വരികയാണ്. കർത്താവെ, കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതമായി മാറുവാൻ, കേട്ട് വെറുതെ പോകുകയല്ല, ആ വചനത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന ജീവനെയും ആത്മാവും പ്രാപിച്ചുകൊണ്ട് ഈ ജീവൻ കർത്താവിന് പ്രസാദകരമായി തീരുവാൻ, കർത്താവെ, സ്വർഗത്തിലിരുന്ന ദൈവം വചനമായി ഭൂമിയിലേക്ക് വന്ന് ജീവിച്ചതുപോലെ ഞങ്ങളും അതേ വചനത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ഈ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതമായി മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കൊരു വാക്യം വേഗത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം, 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചോളം അതിൽ അല്പം കൂടി ഒന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവിൽ പ്രേരിതമായതുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവരിൽ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. വാക്യം 26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായ വേദവാക്യമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നത്. ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഓട്ടമാണ്. ആണോ? അല്ലെ? എഫെസ്യരിൽ നിന്ന് നമുക്ക് 5-6 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ക്രിസ്തീയ ഒരുവൻ ലോകത്തിൽ ജീവിച്ച് ലോകത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മെ കർത്താവ് സുവിശേഷം പറഞ്ഞ് നമ്മളെ വീണ്ടെടുക്കുമ്പോൾ നമ്മൾ അന്നു മുതൽ ഒരു യുദ്ധക്കളത്തിലാണ്, ഒരു പോരാട്ടക്കളത്തിൽ നമ്മളെല്ലാവരും. എഫെസ്യരിലെ കർത്താവ് എഴുതി വെച്ചിരിക്കുക. അതേ കർത്താവ്, അതേ എഴുത്തുകാരൻ ഇവിടെയും പറയുന്നത് നമ്മളെല്ലാം ഓടുന്ന ഒരു ഓട്ടക്കളത്തിലാണെന്ന്. നിങ്ങൾ എന്നോട് ഉണ്ടല്ലോ എല്ലാവരും. അപ്പൊ ക്രിസ്ത്യ ജീവിതം ഈ പട്ടുമത്തയല്ല എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാടുന്നത് മനോഹരം. അങ്ങനെ തന്നെ അക്ഷരമായി അങ്ങനെ തന്നെയാണ്. ക്രിസ്ത്യ പട്ടുമത്തയല്ല. നമ്മൾ ഒരുവൻ വീണ്ടും ജനിച്ച് ആത്മീയ കുടുംബത്തിലേക്ക് ജനിച്ച് വീഴുമ്പോൾ ഈ ലോകം നമ്മെ തള്ളിക്കളയാൻ തുടങ്ങും. കാരണം നമ്മെ വീണ്ടെടുത്തത് ലോകത്തിൽ വീണ്ടെടുത്തത് കൊണ്ട്, നാം ഈ ലോകക്കാരോട് ചേർന്ന് പോകാത്തത് കൊണ്ടും, നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ച ദൈവമകനായിരിക്കുന്നത് കൊണ്ടും, ഞാൻ ഈ മരിച്ച് അടക്കപ്പെട്ടാലും നിത്യതയിൽ ഞാൻ കാണുമെന്നുള്ളൊക്കെ സത്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ ലോകമെല്ലാം നമുക്കെതിരായി വരികയാണ്. നമ്മൾ കഴിഞ്ഞ നാൾ വരെ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ വീണ്ടും ചാർച്ചക്കാരും ബന്ധുമിത്രാദം ആയിരിക്കാം, നമുക്ക് എല്ലാവരും കൂടെ ഉള്ളവരൊക്കെ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായവർ വരെ നമുക്ക് കാണാൻ കണ്ടേക്കാം. എന്നാൽ ഒരുവൻ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അവനെ എല്ലാവരും നിന്ദിക്കാൻ തുടങ്ങും, പരിഹസിക്കാൻ തുടങ്ങും. പെന്തക്കോസ്കാരാ, പാട്ടുകാരാ, കൈകൊട്ടുകാരാ എന്നൊക്കെ വിളിച്ച് നമ്മളെ കളിയാക്കാൻ തുടങ്ങും. കാരണം വേറൊന്നും കൊല്ല സഹോദരങ്ങളെ, നമ്മളെല്ലാം മറ്റൊരു ലോകത്തിന്റെ അവകാശിയായതുകൊണ്ടാണ്. നിങ്ങൾ ഉണ്ടല്ലോ അവരല്ലേ? ഞാനും നിങ്ങളും മറ്റൊരു ലോകത്തിന്റെ അവകാശിയാ. ഒരിക്കലും നശിക്കാത്ത നിത്യമായ ഒരു ലോകത്തിന്റെ, ആ നിത്യമായ ഒരു ഭവനത്തിന്റെ അവകാശിയായി അവരുടെ പുത്രിപുത്രന്മാരായി നിത്യത്തിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ലോകം നമുക്കെതിരെ വരുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്തു വരുന്ന പ്രവൃത്തികളൊക്കെ പലപ്പോഴും ഫലം കാണാൻ കഴിയത്തില്ല. ഞാനറിയാം, ഞാൻ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ, കർത്താവിനെ അറിഞ്ഞ ഇപ്പൊ 20 വർഷമാകുന്നു കർത്താവിനെ അറിഞ്ഞിട്ട്. ആ നാൾ തന്നെ ഞാനൊക്കെ പ്ലാൻ വരച്ച് കോർപ്പറേഷനിൽ പ്ലാൻ പാസ്സാക്കാൻ കൊടുക്കുമ്പോൾ അവിടെ എന്താ പറയുക, ഈ എന്താ പറയുക, പേര് പറയൂല, കൈക്കൂലിയെ കൊടുത്ത് നമ്മൾ അവിടെ പാസ്സാക്കുക പണ്ടൊക്കെ. പക്ഷെ ജീവിതത്തിൽ പിന്നീട് മനസ്സിലായി ഇത് വേദപുസ്തകപ്രകാരം ശരിയെന്ന് പറഞ്ഞപ്പോൾ ആ ജോലി തന്നെ വേണ്ടത് വെച്ച് നമുക്ക് നഷ്ടങ്ങൾ ഒട്ടനവധി നമുക്ക് വന്നു. ഞാൻ എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നഷ്ടങ്ങളേ ഉള്ളൂ. പക്ഷേ ഒരു സൈഡ് നഷ്ടമാകുമ്പോൾ മറു സൈഡ് ലാഭമാകുന്ന ഒരു ദിവസം വരും. ഇന്ന് വിശ്വാസത്താൽ കാണുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അത് കാണാൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്ത് ഞാൻ പറയുന്നത്. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ, ഈ ലോകം നമ്മെ നിന്ദിക്ക് പരിഹസിക്കും. കാരണം നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു എഫെസ്യ ലേഖന കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു യുദ്ധമുണ്ട്, നമുക്കൊരു പോരാളിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ ലോക ജീവിതത്തിൽ ഒരു പോരാളി, ഒന്നല്ല ഒട്ടനവധി പോരാളികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെയെല്ലാം നമ്മൾ ക്രിസ്തുവിന്റെ വചനപ്രകാരം സത്യമായ പ്രത്യാശ നിമിത്തം, ആ യഥാർത്ഥ വിശ്വാസ നിമിത്തം നമ്മൾ ഓടി എത്തിക്കുകയാണ്. അതെല്ലാം
ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കണം വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ പറയുന്നത് നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തിലാണെന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഓടുന്നില്ലെങ്കിൽ ഓർത്താൽ മതി, നമ്മൾ എവിടെയും സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ, എവിടെയും ഞാൻ എന്താ പറയുക സെറ്റിലായി എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ ഓർത്താൽ മതി, എവിടെയോ എൻ്റെ ജീവിതം അസ്തമിച്ചു, എവിടെയോ എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു, എവിടെയോ എൻ്റെ വിരുദ്ധ ലംഘിക്കുവാൻ ആരിലോ എന്തൊക്കെ ഉപദേശം കേട്ട് ഞാൻ മാറിപ്പോയിരിക്കുന്നു. ക്രിസ്ത്യ ജീവിതം ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയം പണ്ട് അങ്ങനെ, ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ അറിയുമ്പോൾ യഥാർത്ഥമായി സുവിശേഷം കേട്ട് വന്നവർ ഞങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം എൻ്റെ ജീവിതത്തിൽ ഈ ഹൃദയം ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്, ഈ ലോകത്തിലെ മോഹങ്ങളിൽ നിന്നും ഈ ധനയിച്ഛകളിൽ നിന്നും. അതുകൊണ്ടാണ് ഈ ലോകത്തിലെ സകലത ഞാൻ വിട്ടത്. എനിക്ക് ഈ ലോകത്തെ പേരും പ്രശസ്തിയും മാനവും നന്മകളും സമ്പത്തൊക്കെ ആ കർത്താവിൻ്റെ വചനത്തെ പ്രതി വിട്ട് കളഞ്ഞതാണ്. ആ രക്ഷിക്കപ്പെട്ട സെക്കൻഡിൽ തന്നെ നമ്മളൊക്കെ, ഞാൻ പറഞ്ഞത്, ഓരോ ദിവസം വർദ്ധിക്കും തോറും നമ്മുടെയൊക്കെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. നിസ്സാര ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ പിതാവിൻ്റെ ഭവനം തമ്മിൽ. അത് മറ്റൊന്നുമല്ല, ഈ കാണുന്ന ശരീരം മാത്രമേ ഉള്ളൂ. ഇതൊന്ന് പൊട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളും പ്രിയം വെച്ചിരിക്കുന്നവരും ആ സ്വർഗീയ പർദീസയിലേക്ക് കടന്നു പോകും. കാരണം അത്രയുമേ വ്യത്യാസമുള്ളൂ നമ്മൾ തമ്മിൽ. സ്വർഗവും പിതാവിൻ്റെ ഭവനവും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഈ പൊടിയിൽ നിന്നെടുത്തിൻ്റെ ശരീരത്തിന് അകലം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് മാത്രം നിങ്ങൾ കാണണം. അത്രക്കേറെ പ്രത്യാശകളും അതിനേറെ വിശ്വാസം ഇതിൽ നിറച്ചു കഴിഞ്ഞു. പ്രാണനേക്കാൾ, ജീവനേക്കാൾ, സമ്പത്തിനേക്കാൾ, എൻ്റെ ആയുസ്സിനേക്കാൾ ഏറെ ഞാൻ പ്രിയം വെച്ച് കഴിഞ്ഞു. നമ്മൾ അങ്ങനെയുള്ളവരാ ഏറെയും ഈ സമൂഹത്തിൽ ഇരിക്കുന്നത് എനിക്കറിയാം. എന്താണെങ്കിലും നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നു എന്ന് കർത്താവ് നമ്മെ വീണ്ടും പ്രബോധിപ്പിക്കുക. ഒരു ഓട്ടം നമുക്കുണ്ട്. എങ്ങോട്ടാ ഓടുന്നത്? ലോക നന്മകൾക്ക് വേണ്ടിയല്ല, ലോകത്തിലെ പ്രശസ്തിയോ മാനത്തിനു വേണ്ടിയല്ല. നമ്മളെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, നമ്മുടെ വരവ് കാത്തിരിക്കുന്നവൻ. ഹല്ലേലൂയ. ഈ ലോകത്തെ എല്ലാം ത്യജിച്ചുകൊണ്ട് ഓടി ആ ലക്ഷ്യസ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ എന്ന് പറയുക, ഒരു 1000 മീറ്റർ റിലേയോ 5000 മീറ്റർ റിലേക്ക് അല്ലെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിന് അന്ത്യത്തിൽ പോയി ആ ലൈനിന്മേൽ, ആ റിബണിന്മേൽ തൊട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഓടി എത്തി നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെയല്ലേ? വഴിയാത്ര എത്രയോ ഓട്ടക്കാരന്മാരൊക്കെ വഴിയാത്രയിൽ ക്ഷീണിച്ചു പോയവരൊക്കെ നമുക്കറിയാം. ഈ ഒളിമ്പിക്സ് ആവട്ടെ, മറ്റെന്തെങ്കിലും ആവട്ടെ, അതിലൊക്കെ ഓടി തളർന്നു പോയവരെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഓടി എത്തിയവരെ നമുക്കറിയാം. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു എന്താ പറയുക പ്രചോദനമായി തീരുകയാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു വിടുകയാണ്. ഓട്ടക്കളത്തിൽ ആ ലാസ്റ്റ് റിബണിൽ, ആ കാണുന്ന അന്ത്യത്തിൽ എൻ്റെ വിശ്വാസം, എൻ്റെ പ്രത്യാശയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളും, മുറവിളികളും, രോഗങ്ങളും, പീഡകളും, എല്ലാ തകർച്ചകളും, എല്ലാ സന്തോഷങ്ങളും, എല്ലാ നന്മകളും എല്ലാം കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ വിശ്വാസത്താൽ ഓടി അവിടെ എത്തുമ്പോഴാണ് നമ്മൾ കിരീടം പ്രാപിക്കുന്നത്, നമ്മൾ അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയാണല്ലോ. എന്നാൽ ഈ 2 കൊരിന്ത്യർ 11-ാം അധ്യായം, എൻ്റെ ഓർമ്മ ശരിയാണ് 11-ാം അധ്യായം 2-3 വാക്യങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് ഭയക്കുന്നുണ്ട് കൊരിന്ത് സഭയെക്കുറിച്ച്, അല്ലേ? ഞാൻ ഇവിടെ എഴുതി വെച്ചില്ലെങ്കിൽ ഞാൻ ഓർത്ത് പറയുക, ആത്മാവ് തരുന്നതുപോലെ പറയുക. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് തോന്നുന്നു, അല്ലേ? ഞാൻ നിങ്ങൾ നിർമ്മല കന്യകയായി കർത്താവിന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? എൻഗേജ്മെന്റ്, വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ പൗലോസ് പറയുക, ഞാൻ ഭയക്കുന്നു വിവാഹം നടക്കുമോ എന്ന്. അങ്ങനെയല്ലേ? അല്ലെ? ഞാനും എൻ്റെയും കർത്താവിൻ്റെയും നമ്മളും കർത്താവുമായുള്ള എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു 11-ാം അധ്യായം 3-ാം വാക്യം, അവിടെ ആ 3-ാം വാക്യത്തിൽ 2-ാം അധ്യായം 2-ാം വാക്യം 3-ാം വാക്യം പറയുക, അവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ജീവിതം ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തെറ്റുകൾ സംഭവിക്കാനിടയുണ്ട്, വീഴ്ചകൾ സംഭവിക്കാനിടയുണ്ട്. ഹല്ലേലൂയ. പിശാച് അലർന്ന സിംഹം പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടെന്നറിയാമോ? എൻ്റെ വിസ കെട്ടിവെക്കുവാനോ, എൻ്റെ സമ്പത്തുകൾ അടിച്ചുകൊണ്ട് പോകുവാനോ, അല്ലെ? എൻ്റെ മറ്റൊന്നുമല്ല ഈ പിശാച് നമുക്ക് ചുറ്റും അലർന്ന പോലെ നടക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് 2 വിസ തരും, വേണമെങ്കിൽ നമുക്ക് സമ്പത്ത് വാരിക്കോരി തരുവാൻ അവൻ ഇടയാക്കുവാൻ. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അവന് ഒറ്റ കാര്യം മതി, എൻ്റെ അകത്ത് വീണ്ടും ജനിച്ച ആ ദൈവജീവനെ നഷ്ടമാക്കുക. എൻ്റെ അകത്ത് വന്ന ദൈവരാജ്യം അവൻ ഏത് വിധേനെ പറിച്ചു കളയുവാൻ. അതിന് നന്മകൾ കൊടുത്തിട്ടാണെങ്കിൽ നന്മകൾ കൊടുത്തിട്ട്, നമ്മുടെ ലക്ഷ്യം ദർശനം മാറ്റിയിട്ടാണെങ്കിൽ ഏത് വിധേനയാണെങ്കിലും അവൻ നമ്മുടെ അകത്ത് വന്ന ആ ദൈവരാജ്യം, ആ നിത്യതയാൽ കളയാൻ വേണ്ടിയാണ് പിശാച് അല്ലമുറയിട്ട് ഇന്ന് നമുക്ക് ചുറ്റുമേ നടക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ പൗലോസ് ഭയക്കുന്നത് പോലെ ഞാൻ വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് മാത്രം കഴിഞ്ഞു. എൻ്റെ നിങ്ങളുടെ എൻഗേജ്മെന്റ് മാത്രമേ ക്രിസ്തുവായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊക്കെ എത്രയോ അറിയാം. ഞായറാഴ്ച പേപ്പർ വായിച്ച് തിങ്കളാഴ്ച പേപ്പറിൽ വരുമ്പോൾ ഇന്നലെ നടക്കേണ്ട കല്യാണം, വധു കാമുകന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞ് നാളത്തെ പേപ്പറിൽ കാണാൻ കഴിയും നമുക്ക്. അപ്പൊ ഇതൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുപോലെ തന്നെയാ ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുന്നു? അവിടെ എന്താ പറഞ്ഞത്? അറിയണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരറിവാണ്. എന്തിനെ കുറിച്ചുള്ള അറിവ്?
ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മനസ്സ് അല്ലേ ഹിതം എന്താണോ അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇവിടെ പറയുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാം എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ഇത് പൗലോസ് ആ ഒരു ഒളിമ്പിക്സിനുള്ള ബന്ധത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ്. അവിടെയെല്ലാം ഒരു 10 പേർ ഓടിയാൽ ഒരുവൻ മാത്രമേ അവിടെ വിരുദ് പ്രാപിക്കത്തുള്ളൂ. എന്നാൽ ക്രിസ്ത്യ ജീവിതം അങ്ങനെയല്ല. നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ ഓട്ടമാണ് നമ്മളല്ലേ? ആണോ അല്ലയോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടോ? നിൽക്കുക എന്നോട് ചേർന്ന് പ്രതികരിക്കുക, എന്നോട് പ്രതികരിക്കുക. നമ്മൾ ഒരുമിച്ച് പഠിക്കുക. ആ നിത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. ഹല്ലേലൂയ. നമ്മൾ ആരും എത്തിയിട്ടില്ല. എത്തിയോ? എത്തിയെന്ന് തോന്നുവൻ സൂക്ഷിക്കുക, വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക. പിടിച്ചു എന്ന് കരുതുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ വിവാഹം നടന്നിട്ടുമില്ല, എൻഗേജ്മെന്റ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും. നമ്മളൊക്കെ അവിടെ ഒരു വ്യക്തി 10 പേരോ അല്ലെ 15 പേരോ ഓടിയാൽ ഒരുവൻ മാത്രമേ വിരുദ് പ്രാപിച്ചു ആ ലക്ഷ്യസ്ഥാനത്തെത്തുള്ളൂ. അവൻ അവിടുത്തെ ട്രോഫികൾ നേടും. എന്നാൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ടാ? ദർശനം മുഴുവനും ക്രിസ്തുവിലേക്ക് വെച്ചുകൊണ്ട് അല്ലേ? അവനെ ഉറ്റുനോക്കി എബ്രായരുടെ കർത്താവ് പറയുന്നില്ലേ, അവനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇടത്തോക്കോ എൻ്റെ നന്മകളിലേക്ക് മറ്റൊന്നിലേക്കും നോക്കാതെ അവനെ മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട്, അവൻ്റെ വചനം മാത്രം ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മൾ ആ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓടി ഒരു ദിവസം എത്തുമെന്ന കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ഇത് ഒരു വ്യക്തിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക. അപ്പൊ ക്രിസ്ത്യ ജീവിതം ഈ വചനം പറയുമ്പോൾ, ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ അങ്ങ് എത്തിപ്പെടുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്ന വേദവാക്യം, ഞാൻ ഇതിനോട് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോകുക. ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് അവസാനിക്കുകയല്ല. ക്ലാസ് ഇൻട്രൊഡക്ഷൻ കഴിയാൻ പോകുന്നതേ ഉള്ളൂ. ക്ലാസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ദൈവരാജ്യത്തിന്റെ ക്ലാസ് ഏതാണ്ട് 10-25 ക്ലാസ് ആയി കാണും ഇപ്പോൾ. ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ 25 ക്ലാസ് സംസാരിച്ചിട്ടുള്ളൂ. ബൈബിൾ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞിട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ അടുത്ത ജാനുവരി മുതൽ ഇനി ക്ലാസ് ഉണ്ടാകത്തില്ല. ഈ ആഴ്ച കൊണ്ട് ഉണ്ടാകത്തുള്ളൂ അല്ലേ? അടുത്ത ആഴ്ച. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബൈബിൾ ക്ലാസ്സൊക്കെ അടുത്ത ജാനുവരിയിൽ ആരംഭിക്കത്തുള്ളൂ. അത് ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവരാജ്യത്തിന്റെ അകത്തേക്ക് കയറി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും യഥാർത്ഥമായ ആ വിഷയം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണോ? എല്ലാവരും ഓടുകയാണ്, നമ്മൾ ഒരുമിച്ച് ഓടുകയാണ്. അവിടെ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ചിലപ്പോൾ വഴക്ക് പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ശാസിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ തെറ്റുകൾ തിരുത്തി തരുന്നത്. ആരോടും ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. ഈ കാണുന്ന മുഖങ്ങളൊക്കെ ആ നിത്യത്തിൽ കാണണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ 2-3 വർഷം ഞാൻ ലൈഫിലുണ്ടായി. അതിനുശേഷം പുറത്തേക്ക് പോയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു പിന്തുടർന്നൊരു മാതൃക, ഈ കാണുന്ന ഒരു മുഖങ്ങളും നഷ്ടമാകരുത് വേണ്ടിയാണ്. ഒന്നും നഷ്ടമാകരുത്. കാണുന്ന സകല മുഖങ്ങൾ 1,00,000-ഓളം ജനങ്ങളെങ്കിലും ഞാൻ എൻ്റെ ട്രെയിനിങ് സെന്ററിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ മുഖങ്ങൾ പോലും നഷ്ടമാകരുന്നുള്ള വാഞ്ചയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും ശാസ്ത്രീയമായി വരുന്നത്. പലപ്പോഴും നമ്മൾ എന്താ പറയുക, പലപ്പോഴും കുറ്റപ്പെടുത്താൻ നമുക്ക് തോന്നും. കുറ്റപ്പെടുത്തുകയല്ല അത്. ഹല്ലേലൂയ. തെറ്റുകൾ തിരുത്തി തരികയാണ്. ആ ലക്ഷ്യം നമ്മുടെ അത് മാത്രമാണ്. ഹല്ലേലൂയ. ഓട്ടക്കളത്തിലാ തെറ്റുകൾ സംഭവിച്ചു. നമ്മുടെയൊക്കെ മുമ്പിൽ എത്രയോ ഭക്തന്മാരാ വീട് പോയത്, ലക്ഷ്യം തെറ്റിപ്പോയത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവിന്റെ വരവ് പടിവാതിൽക്കലായിരിക്കുക. ഈ ആയുസ് കഴിഞ്ഞ് നമുക്കൊരു വേറൊരു ലോകമുണ്ട്, മരണമില്ലാത്ത നിത്യമായ ലോകത്തിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ എവിടെയാ? പനമ്പകാട് സുവിശേഷം പറയും. രാത്രി 11 മണിയൊക്കെ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ ഒരു സഹോദരൻ, നമ്മുടെ ബീന ബേബി സിസ്റ്ററിന്റെ സഹോദരനൊക്കെ കർത്താവിനെ സ്വീകരിക്കാനൊക്കെ ഇടയായിത്തീർന്നു. എന്താണെങ്കിലും ദൈവം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലവണ്ണം. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ക്രിസ്ത്യ ജീവിതം ഞാൻ ഇന്നും പറയുന്ന കാര്യം, ഇത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരല്പമുണ്ട് എന്ന് ഞാൻ പറയും. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി ഈ വേദവാക്യം നമ്മെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം പ്രവൃത്തിയോടുള്ള ബന്ധത്തിലാണ്. എന്നെ കൂടെ ഉണ്ടോ? രക്ഷയ്ക്ക് വേണ്ടിയല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെ നമ്മൾ പഠിച്ച വേദവാക്യം എങ്ങനെയാ? ചിലരൊക്കെ പുല്ലുകൊണ്ട് പണിയുന്നു, വൈക്കോല് കൊണ്ട് മരം കൊണ്ട് പണിയുന്നു. ഇപ്പുറത്ത് വേറെ ബാക്കി ഒരു സൈഡ് പറയുന്നു, ചിലർ ഇവിടെ കണ്ട് അധ്വാനിക്കുക, അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എന്താ അധ്വാനിക്കുന്നത്? പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ട്, വിലയേറിയ കല്ലുകൊണ്ട്. അവർ 2 വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ സഭക്കകത്തുണ്ട്. ഒന്ന് പുല്ലും വൈക്കോലും ഒരു എന്താ പറയുക, ഒരു എഫോർട്ടുമില്ലാതെ വെട്ടിക്കൂട്ടി നമുക്ക് ലോഡ് കണക്കിന് കൂട്ടി വെക്കാം. മറു സൈഡിൽ ഒരു പവന്റെ സ്വർണം ഉണ്ടാക്കണമെങ്കിൽ തട്ടാന്മാർ എത്ര സമയം ചെലവഴിക്കും? ഒരു വെള്ളി കൊണ്ട് ഒരു പാദസരം ഉണ്ടാക്കാൻ എത്രയോ സമയമൊക്കെ അവർ ചെലവഴിക്കും. ഒരു ഡയമണ്ട് ഒക്കെ ഉണ്ടാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന സകല പ്രവൃത്തികളും ഓടി നടന്ന് സുവിശേഷം പറഞ്ഞ ആൾക്കാരെ ചേർത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്ന സുവിശേഷം ഒരുവനെ നിത്യത്തിലെത്തിക്കാൻ കഴിയുന്ന സുവിശേഷമാണോ? ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇന്ന് സഭ നിറച്ച് ഇഷ്ടംപോലെ സഭ നിറച്ച ആളുകളാ. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോഴുണ്ടല്ലോ, കർത്താവ് അവിടെ നിൽക്കാൻ പറയും. നീ പറഞ്ഞ എല്ലാവരുമായിട്ട് വരാൻ പറയും. എല്ലാവരെയും കൂട്ടിച്ചേർക്കും അവിടെ. എന്നിട്ട്
കർത്താവ് അവസാന ടെസ്റ്റ് പോലെ നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ മേലേക്ക് തീ അങ്ങ് അഴക്കും. പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? തീ അഴക്കുമ്പോൾ ഈ പുല്ലും വൈക്കോലും മരമൊക്കെ കത്തിച്ചാമ്പലായി പോകും. കാരണം യഥാർത്ഥ പ്രവൃത്തികൾ നിത്യത നോക്കിയിട്ടല്ല പ്രവർത്തിച്ചത്. എന്നാൽ പൊന്നോ വെള്ളിയോ വിലയേറിയ കല്ലൊക്കെ അതുമേൽ തീ വന്ന് കയറിയാലും അതിന്റെ മാറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറഞ്ഞിട്ട് കത്തിപ്പോയിട്ട് ശോഭയോടെ വീണ്ടും പ്രത്യക്ഷനായി തീരും. ഒരുവനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളെങ്കിലും അവൻ നിത്യതയെ കാണണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളാകുന്നു എന്റെ പ്രതിഫലം എന്ന് പൗലോസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തെ ചപ്പും ചവറും ഒന്നാമത് ലോകമോഹമായിട്ട് നമ്മുടെ സഭയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ അതിനെയൊക്കെ പറിച്ചു കളയുക, അതിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാ. നമ്മളെ നിന്ദിക്കും, പരിഹസിക്കും, തല്ലും, ചീത്ത വിളിക്കും. ശരി തന്നെയാ. ഇതൊക്കെ വിളി കേട്ടാലും ഒരു ദിവസം ആ ദൈവരാജ്യത്തിൽ അവൻ കടന്നു കഴിഞ്ഞാൽ, നിത്യത്തിൽ ചെന്നാൽ അത് നമുക്ക് പ്രതിഫലമായി തീരും. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ പ്രവൃത്തികളൊക്കെ വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുക. എന്ത് ചെയ്താലും, ഉണ്ടാൽ പോലും, വെള്ളം കുടിച്ചാൽ പോലും എന്റെ ലക്ഷ്യം നിത്യതയായിരിക്കണം. ഒരാൾക്ക് 1 രൂപ കൊടുത്താൽ പോലും, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും നിത്യതയായിരിക്കണം നമ്മുടെ പ്രത്യേകം. അത് വിട്ട് നമ്മൾ എന്ത് ചെയ്താലും, ഈ ലോകത്ത് എന്ത് ചെയ്താലും തീ വന്ന് ശോധന ചെയ്യുമ്പോൾ നമ്മുടെ ഈ പ്രവൃത്തികളൊക്കെ നശിച്ചു പോകും എന്ന് കാര്യം മറന്നു. അതുകൊണ്ട് നമ്മളൊക്കെ ഇപ്പോഴും ഒരു ഓട്ടക്കളത്തിലാണ്. ഈ ഓട്ടക്കളം ക്രിസ്തീയ സുവിശേഷീകരണത്തെ കുറിച്ചാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ അധ്യായം മുഴുവനും പഠിച്ചാൽ, ഏതാണ്ട് 7 മുതൽ താഴേക്ക് പഠിച്ചാൽ 23 വരെ പഠിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴേക്ക് 23 വാക്യം പറയുക, സുവിശേഷത്തിൽ എനിക്ക് പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു, ബലഹീനന്മാരെ നേടേണ്ടത് ഞാൻ ബലഹീനായിത്തീർന്നു. ഏത് വിധേനയും ആ വാക്യങ്ങളെ വിട്ടുപോകുക. അപ്പൊ ആ അധ്യായം മുഴുവനും സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. ഹലോ, ഏതോ ഭക്തന് പറഞ്ഞില്ലേ, ദൂതന്മാർക്ക് സുവിശേഷം പറയുവാൻ ഒരു അവസരം കൊടുത്താൽ സ്വർഗത്തിൽ സകല ദൂതന്മാരും ശൂന്യമായി തീരുമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രാധാന്യത അത്രമാത്രമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പറയുന്നവർക്കായി സ്തോത്രം. പറഞ്ഞാൽ മാത്രമല്ല, അവനെ വളർത്തിയെടുത്ത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത് അവന് ലോകത്തിൽ നിന്ന് അവന്റെ ഹൃദയത്തെ മാറ്റി ആ സ്വർഗത്തിലെത്തിക്കോളം നമുക്ക് പ്രവർത്തികളുണ്ട്. വഴി വെച്ച് ഇട്ടച്ച് രക്ഷിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വഴിയിട്ടത് പോകുകയില്ല. അവനെ പഠിപ്പിച്ചു കൊടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി അവൻ അവിടെ എത്തിക്കുവോളം നമുക്ക് ഒരു ഉത്സാഹവും നമുക്ക് ഒരു പ്രവൃത്തിയും ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ അധ്യായം മുഴുവനും പഠിപ്പിക്കുന്നത് മുഴുവനും നമ്മൾ സുവിശേഷീകരണത്തിലെ. വാക്യം 16 പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതാ. നമുക്ക് ദൈവ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഈ വിശ്വാസികൾക്ക് നമുക്ക് വരാൻ പോകുന്ന നഷ്ടം, ദുരന്തം എന്ന് പറഞ്ഞാൽ നിത്യത എത്തിപ്പെടും. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും. പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ആ വലിയ നഷ്ടമുണ്ടല്ലോ, അത് ഇന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. നമുക്ക് ആത്മാവിനെ നൽകിയത്, ഒരു നല്ല വിശുദ്ധമായ സഭ നൽകിയത്, സഹോദരന്മാരെ നൽകിയത്, ബൈബിൾ നൽകിയത്, വചനം നൽകിയത്, ഒക്കെ നൽകിയത് ആ സ്വർഗത്തിലേക്ക് ഇപ്പോൾ അവനവൻ ചേർത്തിരിക്കുമ്പോൾ ചെയ്ത് നന്മകൾ ചെയ്തിട്ട് സ്വർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അവിടെയും ഇവിടെയും നടന്ന് മറ്റു അവിടെ പോയി ജോലിക്ക് വേണ്ടി അധികം സമയം കളഞ്ഞ് ഓവർ ടൈം സമയം ചെയ്ത് നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ സഹോദരങ്ങളെ, ഇതൊന്നും നിങ്ങളെ നിത്യത്തിലേക്ക് അടുപ്പിക്കത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായിക്കാണ് വിചാരിക്കുന്നു. നമ്മൾ ചെയ്തതിനു വേണ്ടി, നന്മക്ക് വേണ്ടിയോ ഓവർ ടൈം ചെയ്തു കൊടുത്ത് എല്ലാം വിട്ട്, സഭയും വിട്ട്, സഭ വിശ്വാസികളെയും കൂട്ടായ്മ വിട്ട് നമ്മളൊക്കെ ഓടി നടക്കും. ഓർക്കണം, ഈ ആയുസ്സിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് നമ്മൾ നിത്യമായി ജീവിക്കാൻ പോകുന്ന സ്വർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഇന്ന് നമുക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്, നമുക്ക് ശക്തി നൽകിയിരിക്കുന്നത്, ആത്മാവിന് നൽകിയിരിക്കുന്നത്, സഭ വിശ്വാസികൾ നൽകിയിരിക്കുന്നത്, പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്നത് നിത്യതയിൽ സമ്പാദിച്ചു കൂട്ടാൻ വേണ്ടിയാ. കള്ളൻ മോഷ്ടിക്കാത്ത, അല്ലേ, തുരുമ്പെടുക്കാത്ത നിത്യതയിലെ ആ വലിയ സമ്പാദിക്കാൻ വേണ്ടിയാ അവന്റെ ആത്മാവിനെ എനിക്ക് നിങ്ങൾക്കുള്ളിൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം ഈ ആയുസ് ഇവിടെ അസ്തമിക്കും. എന്റെ സമ്പത്ത്, അല്ലേ, എന്റെ പേരും പെരുമകളും എന്റെ എല്ലാ പ്രശസ്തിയും എന്റെ കൂടെ വരത്തില്ല എന്ന് സത്യം നിങ്ങൾ തിരിച്ചറിയണം. പിശാച് പറയും, നിങ്ങളുടെ മനസ്സ് പറയും, കബളിപ്പിക്കും നിങ്ങളെ. ഹല്ലേലൂയ. അവസാനം എല്ലാം ഓടി അവിടെ ചെല്ലുമ്പോൾ, നേരത്തെ പറഞ്ഞ തീ വന്ന് ശോധന ചെയ്യുമ്പോൾ എല്ലാം കത്തിപ്പോകും നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. തീയിൽ കൂടെ എന്ന പോലെ ജസ്റ്റ് അങ്ങ് കഷ്ടി അങ്ങ് കയറിയും. പിന്നെ ഒരു കാര്യമുണ്ട്, നിത്യതയിൽ പോലും നമുക്ക് നമ്മുടെ കർത്താവിനെ കാണുവാൻ കഴിയും. അവർ കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ ജീവിക്കും നിത്യത മുഴുവനും. അത്ര ഭയാനകമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, അല്ലെ ജോലി, നമ്മുടെയൊക്കെ വിചാരം നമുക്ക് ജോലിയൊക്കെ നമ്മൾ അധ്വാനം കൊണ്ട് നേടിയാണെന്നോ? ഒന്നുമല്ല. ഞാൻ അത്യാവശ്യം ഡിപ്ലോമ മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞ് ന്യൂ ലൈഫ് ഒരു 3 വർഷം ന്യൂ ലൈഫിലുണ്ടായിരുന്നു. അത് വിട്ടുവിട്ട് പുറത്തൊക്കെ പോയപ്പോൾ എൻ്റെ ബിസിനസ് കർത്താവ് അകത്തിന് ഉയർത്താൻ തുടങ്ങി. ഇതെന്നറിയാമോ? ആ ബിസിനസ് കൊണ്ട് ഈ ഭൂമിയിൽ സമ്പാദിക്കാമായിരുന്നു. ഇതൊന്നും നമ്മുടെ കയ്യിൽ ഒന്നും ഞാൻ ലോകത്ത് സമ്പാദിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒട്ടനവധി ലക്ഷത്തോളം ജനങ്ങളെ സുവിശേഷം പറയുവാൻ, ഇന്ത്യ മുഴുവൻ സുവിശേഷം പറയുവാൻ 10,000 ദേവദാസന്മാരെ ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. കാരണം ഈ നന്മകൾ എനിക്ക് നൽകിയത്, എൻ്റെ ജോലി നൽകിയത് ലോക സ്ഥാപനത്തിന് മുമ്പേ. നോക്കിയേ, സ്വർഗത്തിൽ നിത്യമായി സമ്പാദിക്കാൻ വേണ്ടിയാ അവൻ എനിക്ക് ജോലി നൽകിയത്, എന്നെ പഠിപ്പിച്ചത്, എനിക്ക് വസ്തുവക നൽകിയത്, എൻ്റെ കുടുംബം നൽകിയത് എല്ലാം സ്വർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടിയാ. എൻ്റെ വാഹനങ്ങൾക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഇന്ത്യൻ പല ഭാഗത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ സുവിശേഷം പറയുവാൻ. എന്നറിയാമോ? അതെല്ലാം ഈ ആയുസ് ഇവിടെ തീരും. അതിനുശേഷം ഞാൻ ഇന്ന് ചെയ്ത പ്രവൃത്തികൾ എൻ്റെ കൂടെ ഞങ്ങൾ പോരും. ഹല്ലേലൂയ. എത്രക്ക് മനസ്സാവുന്നുണ്ട്? ഇവിടെ പറയുന്ന ഓരോ വാക്യങ്ങളും നമ്മുടെ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകുന്നതിന് മുമ്പ് തിത്തിരിപ്പക്ഷി കൂടി വെച്ചാലേ അവർ ഒരു ദിവസം, ഞാൻ സദൃശവാക്യം പറയുന്നത്, നമ്മളെ വിട്ടതെല്ലാം പറന്നു പോകും. നാം ഏകനായി വന്നു, ഏകനായി പോകുന്ന ദിവസമുണ്ട്. അതിനു മുമ്പായിട്ട് എന്ന് എവിടെയാണ് നമ്മുടെ ജീവിതം ഉറപ്പിക്കാൻ പോകുന്നത്? ഇന്ന് സെറ്റ് ചെയ്യ്, ഹൃദയത്തിൽ നമ്മുടെ ദർശനം സെറ്റ് ചെയ്യ്. ഹല്ലേലൂയ. എന്നിട്ടോടാൻ നോക്ക്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ക്രിസ്തു ജീവിതം പരാജയമായിരിക്കും. ഹല്ലേലൂയ. ഓടി അവിടെ ചെല്ലുമ്പോൾ വലിയ ആളായിട്ട് തോന്നും. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, എന്തൊക്കെ ചെയ്ത് പറഞ്ഞ് നമ്മൾ അവിടെ പോയി പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നത് പോലുമില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സാവുന്നുണ്ട്. ശ്രദ്ധ, ഞാൻ വീണ്ടും വീണ്ടും പ്രവാദിപ്പിക്കുന്നത്, എത്രയോ ഭക്തന്മാർ ആ 10, 30, 20, 50 വർഷമായ വിശ്വാസികൾക്ക് പോലും ഇന്ന് ഈ ദർശനം കിട്ടിയിട്ടില്ല. ഗ്രഹിച്ചോ? ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ട് നിങ്ങൾക്ക്? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ വേദവാക്യം മുഴുവനും സുവിശേഷീകരണത്തിന് വേണ്ടി പറയുന്നത്. എന്നിട്ടും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം കൂടി പൗലോസ് ഇടക്കിടക്ക് പ്രബോധിപ്പിക്കുന്നുണ്ട്. നമ്മളൊക്കെ എന്നെ പോലെ ഇല്ല, ഞാൻ ചിന്തിച്ചില്ലെങ്കിൽ പോലും അനേക ദൈവദാസന്മാരെ പോലെ ഒരു ആകുലത നമുക്ക് കയറി വരും. ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി പറയാൻ പോകുമ്പോൾ എൻ്റെ കുടുംബം ആര് നോക്കും, എൻ്റെ മക്കളെ ആര് നോക്കുന്നു, ഒരു ഭാരം എല്ലാവർക്കും. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടതാണ്. ഈ വാക്കിനിടയിലൊക്കെ പൗലോസ് അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. സ്വന്തം ഇടമൊക്കെ സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ? മുന്തിരിത്തോട്ടമുണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവൻ ആർ? ആട്ടിൻ കൂട്ടത്തെ മേച്ചിട്ട് കൂട്ടത്തിന്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുവൻ ക്രിസ്തീയ വേല ചെയ്യുവാണെങ്കിൽ, സുവിശേഷം പറയുവാണെങ്കിൽ, ജോലി വേണ്ട, ഒന്നും അല്ലേ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് തന്നാൽ അങ്ങ് പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളെ വിളിച്ചത് ഈ സുവിശേഷം പറയാൻ വേണ്ടി. ഹല്ലേലൂയ. ഓരോർക്കണം. അപ്പൊ അവിടെ പറയുക, ഈ സുവിശേഷം പറയുന്ന ഒരു വ്യക്തി, ഒരു ആട് വളർത്തുന്നവൻ, അവൻ ആട് വളർത്തുമ്പോൾ അവന്റെ ആട്ടിൻ പാല് കുടിക്കാൻ എന്താ പറയുക, അവകാശമുണ്ട്. അങ്ങനെയല്ലേ? നമ്മൾ ചെയ്ത് വളർത്തിയാൽ നമുക്ക് അവകാശമുണ്ടെന്ന് പൗലോസ് ഉറപ്പിക്കുക. അതിന് താഴേക്ക് പഠിച്ചു വരുമ്പോൾ പറയാൻ ഒരുപാട് സമയമില്ല, അതുകൊണ്ട് പറയാം. കേവലം നമുക്ക് വേണ്ടിയോ, വാക്യം 9, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് മോശ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിച്ചത് അല്ല. ഹല്ലേലൂയ. അവിടുത്തെ വാക്യം പറയുക, അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയോടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ആശയോടെ ചെയ്യുകയാ. അങ്ങനെയാണോ നിങ്ങള്? ഒരു ഹല്ലേലൂയ പറഞ്ഞു. ആ കണ്ണിന്റെ വാട്ടം പോയിട്ടില്ല, ആ ഒന്നും കൂടി ഉറക്കപ്പിശാച് പോയിട്ടില്ല. അതുകൊണ്ടാ. അപ്പൊ അതുകൊണ്ട് ഈ മുഖക്കച്ച കെട്ടതെന്ന് പറഞ്ഞ അതിനു വേണ്ടിയല്ല, ആദ്യം ഉഴുന്നവനാ ഭക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെയാണോ? ഇന്നുവരെ കർത്താവിന്റെ വിലക്കിറങ്ങി വിട്ട് ഒരു നന്മക്കും കുറവില്ല. ഹല്ലേലൂയ. കാരണം അറിയാമോ, ഇത് നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുക. അവന്റെ ഓട്ടക്കളത്തിൽ ഓടുകയാണെങ്കിൽ, ഈ ഒരു പട്ടാളക്കാരൻ, ഇവിടെ പട്ടാളത്തിലേക്ക് ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു പട്ടാളക്കാരന്റെ മുഴുവൻ സംരക്ഷണവും എവിടെയാണ് കിട്ടുന്നത്? അവന്റെ ഭാര്യ വീട്ടുപണിക്ക് പോയിട്ട് അവന്റെ മക്കളെ നോക്കുകയാണോ? അല്ല. ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ എല്ലാ സംരക്ഷണവും ഗവൺമെന്റ് കൊടുക്കും. അവൻ പട്ടാളത്തിൽ മരിച്ചുപോയാൽ, വെടിവെച്ച് മരിച്ചുപോയാലും അവന്റെ കുടുംബത്തിന് പോലും ജോലിയും സംരക്ഷണം കൊടുക്കും. അത്ര വിശ്വാസമുണ്ടത്. അങ്ങനെ ഈ ലോകത്തിലെ ഈ ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഞാനും നിങ്ങൾ സ്വർഗീയ ഗവൺമെന്റിന്റെ അംഗമാണ്. അല്ല, എത്ര മാത്രമാ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്കിത് വിശ്വാസമായി പരിണമിക്കുകയില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ്. എന്തുമാകട്ടെ, ഞാൻ വളരെ കാര്യങ്ങൾ മുന്നോട്ട് കടന്നു പോകുക. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിക്കുന്നു. ഒറ്റ കാര്യം, നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഒറ്റ കാര്യം മാത്രം, നമ്മുടെ എവിടെ ലക്ഷ്യം? ഇന്ന് ഞാൻ കണ്ടുവന്ന ഏറ്റവും വലിയ ഭയാനകമായ കാര്യം, സുവിശേഷം എന്താന്ന് പോലും ഇന്ന് അനേകർക്ക്
നീ ഏറ്റവും വലിയ പരിതാപകരമായ കാര്യം, സഭയിലെ ഏറ്റവും വലിയ മൂപ്പന്മാരാകാം, സഭയിലെ പാസ്റ്റർമാരാകാം, എത്ര വലിയ ആൾക്കാരാകാം, പക്ഷെ ഇപ്പോഴും സുവിശേഷം എന്താന്ന് പോലും അനേകർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെയാണ്. നമ്മളൊക്കെ റോമർ 10:9 വായിച്ചില്ലേ? എന്താ? യേശുവിനെ കർത്താവ് നന്ദനം കൊണ്ട് ഏറ്റു പറയും രക്ഷിക്കപ്പെടുവാൻ. ഞങ്ങൾ ഇന്നലെ 2 ദിവസം സംസാരിച്ച അതിനെ കുറിച്ചൊക്കെ. അത് ഓടി ഓടി വരുന്ന വചനം. 2, പിതാവായ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൽ നീ രക്ഷിക്കപ്പെടുമെന്നറിയാമോ? യേശുവിനെ പിതാവായ ദൈവം അവന്റെ ആത്മാവിനായി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇന്ന് ഈ ശരീരം മണ്ണിലേക്ക് പോയാലും എൻ്റെ കാലാവധി കഴിഞ്ഞ്, എൻ്റെ വിസയുടെ പരിധി കഴിഞ്ഞ് എന്നെ സ്വർഗം വിളിക്കുമ്പോൾ, ഞാൻ പോകുമ്പോഴുണ്ടല്ലോ, ഒരു ദിവസം കാഹളം ധരിക്കുമ്പോൾ ആ മരണത്തെ ജയിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവന്റെ ആത്മാവ് എൻ്റെ മേലും വ്യാപരിച്ചുകൊണ്ട് എന്നെ എഴുത്തെഴുന്നേൽപ്പിക്കുമെന്നുള്ള എൻ്റെ പ്രത്യാശ. ഞാനിവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും മൂലവാക്യം എന്താ? പിതാവാം ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം, ഒരു ദിവസം ഞാനും മരിച്ചു വീഴും. പാപനിമിത്തം ഈ ശരീരം മരണത്തിലേക്ക് പോയേ മതിയാക്കത്തുള്ളൂ. അന്ന് മരിച്ചു വീഴുമ്പോൾ, കാഹളം ധരിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ അവന്റെ ഹിതം ചെയ്തുകൊണ്ടാ മരിക്കുന്നുവെങ്കിൽ, അതേ ആത്മാവിനാൽ മരണത്തെ ജയിപ്പാൻ കഴിവുള്ള അതേ ആത്മാവിനാൽ ഞാനും ഉയർത്തെഴുന്നേൽക്കുന്നുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ആ ലക്ഷ്യമാണ് എൻ്റെ ഈ ഓട്ടത്തിന് ആ ശക്തി പകർന്നത്. ആണോ ഇല്ലയോ? സുവിശേഷ വേലയിൽ നമ്മുടെ മറ്റുള്ള പ്രവൃത്തികളൊക്കെ നാം ഇടറിപ്പോകാൻ കാരണം അറിയാമോ? ലക്ഷ്യം നമുക്ക് തെറ്റിപ്പോകും. ഹല്ലേലൂയ. യഥാർത്ഥമായ ലക്ഷ്യം അതാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഒരിക്കലും ഇടറിയത്തില്ല. കാരണം നമ്മുടെ ദർശനം സെറ്റായി കഴിഞ്ഞിരിക്കുക. എന്തുമാകട്ടെ, നമ്മുടെ സമയം മുന്നോട്ട് കഴിഞ്ഞു പോകുന്നു. ഞാൻ വേഗത്തിൽ നിർത്തും. അതുകൊണ്ട് അംഗം അടുത്ത വാക്യം പറയാം, നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുക. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. എല്ലാ വിശ്വാസിക്കും എന്നറിയാമോ എന്തിനു വേണ്ടി നമുക്ക് ലക്ഷ്യം? ദൈവരാജ്യം അവകാശമാക്കണം. ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ്സുകൾ ഇനി ആഴങ്ങളിലേക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ പഠിക്കാം. ആണോ ഇല്ലയോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. അത്രയോ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ എല്ലാവർക്കും കേൾക്കുവാൻ അവകാശമില്ല. കാരണം വരം ലഭിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വരം ലഭിച്ചവർക്ക് മാത്രമേ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ കഴിയത്തുള്ളൂ എന്ന് മത്തായി 11-ാം എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ആ ഓട്ടം ഓടുവാൻ നമുക്ക് അങ്ങനെ പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെല്ലാം നമ്മുടെ ഹൃദയം സെറ്റ് ചെയ്തിട്ട് വേണം ഓടുവാൻ. എന്നിട്ട് പറയാ ബാക്കി 25, അംഗം പൊരുതുന്നവനൊക്കെയും എന്ത് ചെയ്യണം? ഞാനും ചെറുപ്പത്തിലേക്ക് ഓടിയതാ, ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നും ജീവിതത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാം കൂടി ഒരു ദിവസം കിട്ടുമെന്നൊരു ഉറപ്പുണ്ടിക്കും. അങ്ങനെയാണോ നിങ്ങൾക്ക്? അങ്ങനെയല്ലേ? ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഓടിയിട്ടുണ്ട്, ഒരുപാടൊക്കെ ഓടിയിട്ടുണ്ട്. ഒന്നും നടന്നിട്ടില്ലേ? അത് ഇന്നും നടന്നിട്ട് ഒരിടത്ത് പോയിട്ട് ഒന്നും നടക്കണില്ല അല്ലേ? ഇന്നാണ്. പക്ഷെ എനിക്കൊരു ദിവസമുണ്ട് നമുക്കെല്ലാം കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ പറയേ, എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അംഗം പൊരുതുന്നവൻ, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ എങ്ങനെയാണ് ഓടേണ്ടത്? ഒരു ചിട്ടയുണ്ട്, അതിലൊരു ക്രമമുണ്ട്. നമ്മുടെ എല്ലാ ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാം, ആരാധന തുടങ്ങി അവസാനം വരെ എല്ലാം ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമാഗമന കൂടാരത്തിലേക്ക് ശുശ്രൂഷയെ കുറിച്ച് പഠിച്ചാൽ എല്ലാം കൃത്യമായി ക്രമത്തിൽ പോകുകയാണ്. ഇവിടെയും ക്രിസ്ത്യ ജീവിതം എങ്ങനെ പോകുന്നത്? ക്രമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അംഗം പൊരുതുന്നവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നാട് മുഴുവനും ബിസിനസ്സും അല്ലെ? നാട് മുഴുവൻ. ഇപ്പോഴത്തെ വിഷയം ഞാൻ കടഭാരത്തെ കുറിച്ച്, കടക്കണിയെ കുറിച്ച് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ കടക്കെണിയിൽപ്പെട്ടിരിക്കുക. ഒന്നും വിചാരിച്ചേക്കരുത്, സോറി. കാരണം എനിക്ക് നിങ്ങൾ നിത്യത്തിൽ എന്നെ കാര്യം. ഇന്ന് പിശാചിന്റെ കെണിയിൽപ്പെട്ട് കടക്കെണിയിൽപ്പെട്ട് ജീവിതം കിടന്ന് എന്താ പറയുക, കായിനെ പോലെ ഉഴന്നു വലഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ജീവിതം. എന്നറിയാമോ? അവന്റെ വരവ് അവനറിയാം. ആർക്ക്? പിശാചിനറിയാം. കടക്കാരും ദൈവരാജ്യം അവനറിയാം. അതുകൊണ്ട് ഏത് വിധത്തിലും നമ്മളെ നാട് 1-ാം തീയതി കാറിന്റെ ലോൺ, 2-ാം തീയതി വീടിന്റെ ലോൺ, 3-ാം തീയതി കുക്കറിന്റെ ലോൺ, പിന്നെ എന്തൊക്കെയാ പറ, 4-ാം തീയതി ഓരോ ദിവസം ലോൺ ഓർത്തുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അടച്ചാ സ്തോത്രം പറഞ്ഞുകൊണ്ട് കിടക്കും. ആ സ്തോത്രം കർത്താവിനൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഇവിടെ വചനം പറയുക, അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് വായിക്കുന്നില്ലേ? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് ഓടാൻ എന്തിനാ പറഞ്ഞത്? സഹോദരങ്ങൾ, എന്താ പറഞ്ഞത്? നമ്മുടെ ലക്ഷ്യം എത്തിപ്പെടാൻ വേണ്ടിയാ.
ഹല്ലേലൂയ. മതങ്ങൾ പറയുന്ന മാർഗമല്ല രക്ഷയ്ക്കുള്ളത്. ഏതെങ്കിലും പ്രവൃത്തി മാർഗങ്ങൾ ചെയ്ത്, ഏതെങ്കിലും മല കയറിയത് കൊണ്ടോ, എന്തെങ്കിലും മെഴുതിരി കത്തിച്ചത് കൊണ്ടോ, ഏതെങ്കിലും മന്ത്രങ്ങൾ ചെയ്തുകൊണ്ടോ ഒന്നും നമുക്ക് രക്ഷയില്ല. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യമാ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 55 വർഷമായി. എൻ്റെ അച്ഛൻ കഴിഞ്ഞ വർഷം വിശ്വാസിയൊന്നുമല്ല, പേടിക്കൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം പോയിട്ട് അച്ചാച്ചന് വേണ്ടി ബലിയിട്ടു. ആ പുള്ളിക്കാരൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ പറയും, എവിടെ പോകാനാണ്? ഉറപ്പില്ല മനസാക്ഷിക്കകത്ത്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഉറപ്പില്ലേ? ഈ ശരീരം വിട്ടാൽ, ഇന്ന് ശ്വാസം വിട്ടാൽ ഞാൻ എത്തേണ്ട അടുത്ത് എത്തുമെന്ന് ഇന്ന് എത്ര ഭക്തന്മാർക്ക് ഉറപ്പുണ്ട്? മതങ്ങളുടെ മാർഗം, രക്ഷയ്ക്കുള്ള മാർഗം വേറെതാ. ഈ പ്രവൃത്തി മാർഗങ്ങളാ. ഇത് വിശ്വാസ മാർഗമാണ്. ഏതിന്റെ വിശ്വാസം? പ്രവാചകന്മാർ പറയുന്ന വിശ്വാസമല്ല, എൻ്റെ അപ്പൻ പറഞ്ഞ മതത്തിലുള്ള വിശ്വാസമാണ്. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് അംഗം പൊറുതിനൊക്കെ എന്ത് ചെയ്യണം അറിയാമോ? വർജനം ആചരിക്കണം. നമ്മൾ ലോകത്ത് ജീവിച്ച സകല ഭാരങ്ങളും എല്ലാവരും ജീവിച്ചവരാ. കർത്താവിന്റെ സുവിശേഷം എന്നെ നിങ്ങൾ രക്ഷിച്ച് ഈ സഭക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി എന്താണെന്നറിയാമോ? ഭാരങ്ങൾ കൂട്ടുകയല്ല. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഭാരങ്ങളേ ഉള്ളൂ നമുക്ക്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഭാരങ്ങൾ കൂട്ടുകയല്ല, ഭാരങ്ങളെ ഓരോന്നായി ഇറക്കി വെച്ചിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ഈ ഷിപ്പ്യാർഡെന്നല്ല പറഞ്ഞ ഏഷ്യാഡെന്നൊക്കെ പറയും, ഏഷ്യാഡെന്നൊക്കെ പറയുന്ന ഈ ഒളിമ്പിക്സ് പറയുക, ആ ഓട്ടക്കളത്തിലൊക്കെ നിങ്ങൾ TV കാണാറുണ്ടല്ലോ. സൂട്ടും അല്ലേ, നല്ല ലൂയിസ് ഫിലിപ്പിന്റെ ഷൂവും അല്ലേ, നല്ല എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെ ഇട്ടിട്ട്, സൂട്ടൊക്കെ ഇട്ടിട്ട് ആൾക്കാർ ഓടുന്നത്. എല്ലാം അറിയാം, എല്ലാം നമുക്കറിയാം. പക്ഷേ നമുക്കെല്ലാം അറിയാം അല്ലേ? ഇച്ചിരിയുള്ള കളസം ഉണ്ടാവും, ഇച്ചിരി ഉണ്ടാവുള്ളവന്. എന്താ പറയാമോ? മാക്സിമം ഭാരം ഒഴിവാക്കുകയാണ്. ആ ഭാരത്തോട് ഓടിയാൽ ഒരിക്കലും എത്തിപ്പെടത്തില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, 80% വിശ്വാസികളും ദൈവദാസന്മാരും നരകത്തിലേക്കെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാ. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും, ദേഷ്യമൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് ഈ ഓട്ടം ഓടുമ്പോൾ ഈ ആ ലക്ഷ്യം ഉണ്ടാകണം നമുക്ക്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നീ രക്ഷിക്കപ്പെട്ടിട്ട് 5, 10, 15, 25, 35, 40 കാണും. പക്ഷേ എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ നീ എന്താ പറയുക, ശിഷ്യനായിരിക്കാൻ അനുവാദമില്ല. ശിഷ്യനായിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അവനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോൾ ഇതാ കർത്താവ്. ഞാനത് പറയാൻ വേണ്ടി വന്നത്, പക്ഷേ എനിക്കറിയത്തില്ല, എന്നേക്കാൾ സ്പീഡ് ക്ലോക്കിനാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ ഞാനാ സ്പീഡെന്ന് എല്ലാവരും പറയുന്നത്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്പീഡ് അവിടെയുണ്ട്. അപ്പൊ എന്താണെങ്കിലും അല്പം ഡ്രസ് മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യം. അതുകൊണ്ട് പൗലോസ് പറയുന്നില്ല, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. ഇത് എന്തിനാ പറയുന്നത്? നമുക്ക് ഈ ലോകത്ത് പിശാച് പറയും, മനസ്സ് പറയും, സമ്പാദിച്ചു കൂട്ടുകയോ ക്രിസ്തുവിന്റെ മകൻ അങ്ങനെയാണ് സാക്ഷ്യം കിട്ടത്തുള്ളൂ. അതൊന്നുമില്ല, നമ്മൾ തെറ്റായ വിചാരങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അങ്ങനെ പോയാൽ ഇനി ശരിയാവത്തുമില്ല. അപ്പൊ അതുകൊണ്ട് അംഗം പൊറുതിനൊക്കെ എന്ത് ചെയ്യണം എന്നറിയാമോ? സകലത്തിലും വർജനം ആചരിക്കണം. നമുക്കൊരു പ്രത്യാശയുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഒരു ഓട്ടക്കളത്തിൽ, നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ണാനും ഉടുക്കാനും നമ്മൾ അല്പം ജോലി, ആവശ്യമായ ജോലികളും മതി. ബാക്കി സമയം എന്ത് ചെയ്യണം? ബാക്കി സമയം വീട്ടിലിരിക്കാൻ വേണ്ടിയല്ല. വീട്ടിലിരിക്കുകയാണെങ്കിൽ ജോലിക്ക് പോയിക്കൊള്ളാം. ജോലിയോ ഓവർടൈം ഒക്കെ ചെയ്ത് കുഴപ്പമില്ല. പക്ഷേ സമയം കിട്ടിയാൽ കർത്താവിന് വേണ്ടി സുവിശേഷം പറയുവാനോ പ്രാർത്ഥിക്കുവാനോ ഒക്കെ ചെയ്യാനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സമയം ഉപകരിക്കും. ഞാൻ വീട്ടിൽ ഓടിപ്പോവുക. അതുകൊണ്ട് അംഗം പൊറുതിനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ നാം അവർ വാടുന്ന കിരീടവും നാം വാടാത്ത കിരീടവും പ്രാപിക്കട്ടെ തന്നെ അല്ലേ? ഇവിടുത്തെ പൗലോസ് എഴുതുമ്പോൾ അന്ന് ഈ എന്താ പറയുക, പൈൻ മരത്തിന്റെ ഇലകൾ കൊണ്ടൊക്കെയാണ് അന്ന് ഈ കിരീടമൊക്കെ ഉണ്ടാക്കി ജയിച്ച് അക്കരെ കയറുമ്പോൾ, ജയിച്ച് ആ റിബൺ അവിടെ വരുമ്പോൾ അന്ന് ആ അമ്പയർ അല്ലെങ്കിൽ അവിടുത്തെ ആ റഫറി ആ കിരീടമാണ് വെച്ചു കൊടുക്കുന്നത്. ആ ഇലകൾ കൊണ്ടുണ്ടായ പൈൻ മരത്തിലെ ഇലകൾ കൊണ്ടൊക്കെയാണ് അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്, അന്ന് വെച്ചു കൊടുക്കുന്നത്. പക്ഷേ ഒരു വെയിലേറ്റ് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ വാടിപ്പോകും. അതുകൊണ്ട് അവിടെ പൗലോസ് എഴുതി വെച്ചിരിക്കുക, നാമോ വാടാത്തത് പ്രാപിക്കാൻ വേണ്ടിയ. വല്ല ഗ്രഹിച്ചോ? ഞാനിവിടെ വന്ന നാൾ മുതൽ ഇത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യതയുള്ള സമ്പാദ്യങ്ങൾ ഇവിടത്തെ അല്ല. ഇവിടത്തെ കിരീടങ്ങളൊക്കെ ആൾക്കാർ ഉരുടെടുത്തോണ്ട് പോകും. ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ നഷ്ടപ്പെട്ടു പോകും. എൻ്റെ പ്രശസ്തിയും മാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നശിക്കാത്തത് അവിടെയാണ് വെച്ചിരിക്കുന്ന ദൈവം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ അംഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ നമുക്ക് വാടാത്തൊരു കിരീടം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ആരും എടുത്തുകൊണ്ട് പോകത്തില്ല. നിത്യമായ കിരീടങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അംഗം പൊറുതിനൊക്കെയും എല്ലാത്തിനും വർജനം ആചരിച്ചുകൊണ്ട് എന്താ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം. എങ്ങോടാ ഓടുന്നത്? നിത്യതയിലാക്കിക്കൊണ്ടാ അല്ലേ?
ഈ ആയുസ്സും ഈ 7 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയിലുള്ളതൊക്കെയും സൃഷ്ടിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം ദൈവത്തിന്റെ കണ്ണിൽ 1000 വർഷം പോലെയും 1000 വർഷം ഒരു ദിവസം പോലെ ഇരിക്കും. വെറും 7000 വർഷം മാത്രമേ ഈ ഭൂമിക്ക് ആയുസുള്ളൂ. അതോട് ഈ ഭൂമിയെല്ലാം കത്തി കഴിഞ്ഞു പോയ ശേഷം ഈ കാണുന്ന ആറ്റം, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ കൊണ്ടുണ്ടാക്കിയ ഈ ഭൂമിയും ആകാശങ്ങളും എല്ലാം നകത്തി കഴിഞ്ഞ ശേഷം നിത്യമായ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകും. സമയത്തിനപ്പുറമുള്ള ലോകം. ഹല്ലേലൂയ. ആ നിത്യമായ സ്ഥലം, അവിടെയാണ് എന്റെയും നിങ്ങളുടെയും യഥാർത്ഥമായ വാസസ്ഥലം. ഹല്ലേലൂയ. മനസ്സാവുന്നുണ്ടോ? ആ സമയത്തിനപ്പുറമുള്ള ലോകത്തിലേക്ക് ഞാൻ നിങ്ങളും ആ സമയത്തിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെയല്ലേ? യെസ്. ഈ സമയത്തിനുള്ളിൽ ദൈവം എനിക്കും നൽകിയിരിക്കുന്ന, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന, മടിയന്മാരായിരിക്കും ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്ന സമയം, ആ സമയപരിധിക്കുള്ളിൽ സമയത്തിനപ്പുറമുള്ള നശിക്കാത്ത ലോകത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയാമോ? കിരീടം പ്രാപിച്ചെടുക്കും. നിത്യമായി നശിക്കാത്ത ഒരു പ്രതിഫലത്തിന് വേണ്ടി. എന്തുമാകട്ടെ, ആകയാൽ എന്നിട്ട് പൗലോസ് പറയും, ആകയാൽ എന്ത് ചെയ്യാ? ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, അല്ലേ? എന്നിട്ട് പറയും, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നത്, അല്ലേ? ഈ ഒളിമ്പിക്സിൽ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക, ഈ കളികളിലൊക്കെ ഈ ബോക്സിംഗ്, അല്ലേ? ബോക്സിംഗ് ഒക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? ബോക്സിംഗ്, ഈ ചില ആൾക്കാർ, ബോക്സിംഗ് ആൾക്കാർ ചുമ്മാ ഇങ്ങനെ നടന്ന് അവിടെ നടന്ന് ഷോ കാണിക്കും, അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബോക്സിംഗ് കളിക്കുമ്പോൾ ചുമ്മാ അവിടെ മറ്റേ എതിരാളി അവിടെ നിൽക്കുന്നുണ്ടാവും, അവിടെ ഇവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അവസാനം അവന്ന് വന്നിട്ട് ഇടിക്കും, അവൻ താഴെ കിടക്കും, അല്ലേ? ഇവൻ ഈ വായുവിൽ കിടന്നിട്ട് വെറുതെ ഇങ്ങനെ കാണിക്കൽ, ഷോ കാണിക്കത്തിയുള്ളൂവൻ. അതല്ല, മറ്റവൻ ഒരൊറ്റ ഇടിയടിക്കുന്നുവെങ്കിൽ അത് കറക്റ്റായിട്ട് ഇടിക്കും. ഞാനിപ്പോ ഇടിപടിപ്പിക്കാൻ വന്നതല്ല, അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണോ? കുത്തുന്നുവെങ്കിൽ ഇവിടെ എന്താ പൗലോസ് പറയും? ആകയാൽ നിശ്ചയമില്ലാതെ വണ്ണം അത് കിട്ടും ഇത് കിട്ടും, കർത്താവ് സൗഖ്യമാക്കും എന്നൊക്കെ പറയല്ല. സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ ആക്കും ബ്രദറെ എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാകണം നമുക്ക്. ഹല്ലേലൂയ. പ്രസംഗിച്ചിട്ട് കൊള്ളാത്തവനെ തീരാൻ വേണ്ടിയില്ല, പ്രസംഗിച്ചിട്ട് ജീവിതമായി മാറാൻ വേണ്ടിയാ. അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇന്ത്യ മുഴുവൻ സാക്ഷീകരിച്ചിട്ട് ആൾക്കാർ ജീവൻ തന്നെയാണ്. നമ്മുടെയൊക്കെ ഇന്ത്യയിലെ സകല സ്റ്റേറ്റുകളിലും നടന്ന് സുവിശേഷം പറഞ്ഞ് അവരുടെ മുമ്പിൽ ജീവിച്ച്, അവരുടെ കൂടെ ജീവിച്ച് നടന്ന് സാക്ഷ്യം പ്രാപിച്ചതാ. ഹല്ലേലൂയ. ഇവിടെ വെറുതെ പറയുകയില്ല. ആ കയ്യിൽ നിശ്ചയമില്ലാതെ വണ്ണമല്ല, ചുമ്മാ ഇങ്ങനെ കടന്ന് കാണിക്കുകയില്ല. ബോക്സിംഗുകാർ ഇങ്ങനെ കാണിച്ച് ഷോ കാണിക്കല്ലേ, അവസാനം മറ്റേ വന്ന് ഒറ്റ കുത്തൂത്തിയ പരിപാടി കഴിഞ്ഞ്. അതല്ല, ഇടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് ഫലം കാണത്തക്കവണ്ണമുള്ള പ്രവൃത്തിയായിരിക്കണം. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? സഭയിൽ വരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. എന്ത് പ്രാപിക്കാനാ? കർത്താവിനെ പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ, അല്ലേ? നമുക്കൊരു ഉറപ്പുണ്ടാകണം. വെറുതെ വന്ന് എന്ത് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് ഉറപ്പുണ്ടാകണം. അതിന് പിന്നിൽ എന്തെങ്കിലും വേറെ മോട്ടിവേഷൻ ഉണ്ടാകരുത്. ഇന്ന് വരെ ഞാൻ ബിരിയാണി മേടിച്ചു കൊടുത്ത നാളെ അവന് 5000 രൂപ കടം മേടിക്കാം, അല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാകത്തത്. കൊടുക്കുന്നതെങ്കിൽ കറ തീർന്ന് കൊടുക്കണം നമ്മൾ. അതൊക്കെ പറഞ്ഞ് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആകെയിൽ നിശ്ചയമില്ലാതെ വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയുമല്ല. ആ ക്രിസ്ത്യൻ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാകും. എന്ത് ചെയ്താലും അതൊരു ലക്ഷ്യമുണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് വിശ്വസനായ ദൈവമാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോ ദൈവമേ ഉള്ളൂ, നമ്മുടെ കർത്താവും മാത്രം. ഹല്ലേലൂയ. നമുക്ക് ഞാൻ 1-2 കാര്യങ്ങൾ പറയുക, അത് ഞാൻ വിട്ടുപോകുന്ന ഒരു അത്യാവശ്യം മാത്രം പറഞ്ഞു പോയിക്കോളാം. നമുക്കിതിൽ കടക്കണമെങ്കിൽ കുറച്ച് കാര്യം, ഒരുപാടുണ്ടെങ്കിൽ പോലും 2-3 കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെ നമുക്ക് ഓട്ടം ഓടി അവിടെ എത്താൻ കഴിയും? എത്രയോ ഭക്തന്മാരൊക്കെ ഇന്ന് കാണുന്ന, ഞാനിങ്ങനെ ഈ യൂദാള ലേഖനത്തിൽ പറയുന്ന പോലെ ഉൽക്കകൾ ഒരു സുപ്രഭാതത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, ലോകം അറിയപ്പെടുന്ന ആൾക്കാരായി മാറും, ദൈവദാസന്മാരോ ഒക്കെ കാണും. കുറച്ച് കഴിയുമ്പോൾ ആ ഉൽക്കകൾ കത്തി അഴിഞ്ഞു പോകുന്ന നമുക്ക് കാണാൻ കഴിയില്ലേ? ആകാശത്തിലേക്ക് ഇടയ്ക്ക് കാണാറില്ല നിങ്ങൾ? ആകാശം ചില ഉൽക്കകൾ കത്തി ഇങ്ങനെ വരും. നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ സെക്കൻഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അത് കരിക്കട്ടയായി മാഞ്ഞു പോകുന്നു. കാരണം അറിയാമോ? ചെയ്യുന്നത് കറക്റ്റ് ലക്ഷ്യത്തോടെ അല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടെന്നറിയാമോ? വേദപുസ്തക അടിസ്ഥാനമുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓടി ജയിക്കുന്നത്? സകലത്തിൽ വർജനം ആവശ്യമാണ്. ഒട്ടനവധി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പ്രബോധിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തിക്കോളാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് തന്നെത്താൻ നിഷേധിക്കുവാൻ, എന്നെ തന്നെത്താൻ കളയുവാൻ, തന്നെത്താൻ ത്യജിക്കുവാൻ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടാകണം. ക്രിസ്ത്യ ജീവിതത്തെ ഏറ്റവും വലിയ കാര്യമാണ്. ഇന്ന് അനേക വിശ്വാസികളുണ്ട്, നമ്മൾ പാപത്തിൽ ജീവിച്ചവരാ, ലോകത്തിൽ ജീവിച്ചവരാ നമ്മളെല്ലാം. ഒരു ലക്ഷ്യമില്ലാതെ ജാതികളെപ്പോലെ നരകത്തിലേക്ക് ജീവിച്ച നമ്മളെല്ലാവരും. എന്നാൽ നമ്മളെ രക്ഷിച്ച് ഈ സഭക്കകത്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു മാറ്റവുമില്ല. നമ്മുടെ ആത്മാവിൽ നിത്യജീവൻ കിട്ടിയത് മാത്രമേ ഉള്ളൂ, വീണ്ടും ജനിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിന് എനിക്ക് ഒരു കുലുക്കവുമില്ല. പഴയ കുശുമ്പും കുന്നായ്മയും ഒക്കെ അവിടെ തന്നെയുണ്ട്. എനിക്ക് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇവിടെ മുതലാണ് ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ തന്നെത്താൻ ത്യജിക്കാൻ തുടങ്ങുകയാണ്. പണ്ട് അങ്ങനെയല്ല, എല്ലായിടത്തും ഞാൻ എന്നായിരിക്കും.
ഞങ്ങൾക്കറിയാം 10,000-3000 പേർ കൂടുന്ന വൈഗ ഡാമിൽ നടന്ന ഏറ്റവും വലിയ മീറ്റിംഗ് ആയിരുന്നു. അന്നത്തെ എന്നെയാണ് ക്ഷണിച്ചത് അവിടുത്തെ ഗസ്റ്റ് സ്പീച്ചറായിട്ട്. 10-60 ദൈവദാസന്മാർ സ്റ്റേജിൽ കയറിയിരിക്കുക. അത് നടുക്കത്തൊരു സീറ്റുണ്ട്. എല്ലാവർക്കും ഭയങ്കര മോഹം. സമ്മേളനത്തിൽ അറിയപ്പെടുന്ന വിലക്കുണ്ട്. പക്ഷേ ഞാൻ വന്ന ആ മൂലക്കിരുന്നപ്പോൾ പിടിച്ച് എന്നെ ഇരുത്തി. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടില്ല. പലപ്പോഴും സ്വയത്തെ നിഷേധിക്കുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. എവിടെ പേരും പെരുമയും വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ് എന്ന വിശ്വാസി വന്നപ്പോൾ കർത്താവ് ആദ്യം നല്ലത് നീ പുറകിൽ പോയിരുന്നാൽ മതി. പറഞ്ഞ് മനസ്സിലായി? നിനക്ക് അർഹതയാണെങ്കിൽ വന്ന് മുമ്പിലിരിക്കും, ഇല്ലെങ്കിൽ നാട്ടുകാർ കാണുക നിന്നെ ഇറക്കി വിടുക കർത്താവ്. അന്ന് നിനക്ക് ലജ്ജയായിരിക്കുവാതിരിക്കുവാൻ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അപ്പൊ സ്വയത്തെ ത്യജിക്കുവാൻ നമുക്ക് ആദ്യം ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം ക്രിസ്ത്യ ജീവിതത്തിൽ. ഒന്നുകൂടെ വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ വിട്ടുവെക്കോളാം. മത്തായി സുവിശേഷ ഭാഗം 10-ാം അധ്യായം 38-ാം വാക്യം. മത്തായി 10:38 അവിടെ ഇങ്ങനെ വായിക്കുന്നത്, ഞാൻ പറയാം, അതിന് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവരോ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. കഷ്ടം വന്നാൽ നമ്മൾ ആദ്യ ബോധം കണ്ടെന്നറിയാമോ? പ്രവാചകന്മാരുടെ അടുക്കലേക്കായിരിക്കും. ഇല്ലെങ്കിൽ 7 ഉപവസിക്കും, 21 ഉപവസിക്കും, പിന്നെന്താ 40 വന്ന് ഇരിക്കും. നിങ്ങൾ എന്നോട് ഉണ്ടല്ലോ അവരല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളാവട്ടെ, പരിശോധനകളാകട്ടെ, അതിലേക്ക് നമ്മൾ ശാസിച്ചങ്ങ് പുറത്താക്കും. പക്ഷേ അതിനങ്ങോട്ട് സന്തോഷത്തോടെ കടിച്ചാ പാനപാത്രം, ആ കയ്പ് നീരൊന്ന് കർത്താവ് പാനപാത്രം ഞാൻ സന്തോഷത്തോടെ കുടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മളൊക്കെ ഇന്ന് ഉയരങ്ങളിൽ കർത്താവ് ഉയർത്തിയത്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, എന്നേക്കാൾ അധികം എന്തിനെ സ്നേഹിച്ചാൽ ഞാൻ അവന് യോഗ്യനല്ല എന്ന് പറയാം. എന്നിട്ട് പറയാം, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനില്ല. എൻ്റെ ജീവനെ കണ്ടെത്തിയവൻ തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിന് കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. മാർക്കോസ് 16:24 ലൂക്കോസ് 9:23 വായിക്കുമ്പോൾ, എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്ത്യ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ഈ മാർഗം സ്വീകരിക്കുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം വെച്ചാൽ യേശുവിനെ അനുഗമിക്കണമെങ്കിൽ സ്വയം ഇല്ലാതിരിക്കണം. നമ്മൾ ഒരു സ്വയത്തിൽ ജീവിക്കുന്ന, എൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണം, എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം, എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ഒരുവൻ ജീവിക്കുന്നുവെങ്കിൽ അവൻ ഇന്നും യേശുവിന്റെ ശിഷ്യനായിട്ടില്ല. അവൻ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് കാണുമായിരിക്കും, ആത്മാവിൻ്റെ ദാനമൊക്കെ ഉണ്ടായിരിക്കാം, അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യുന്നവനായിരിക്കാം. പക്ഷേ അവൻ ഒരിക്കലും യേശുവിന്റെ ശിഷ്യനായിട്ടില്ല. യേശുവിന്റെ ശിഷ്യന് മാത്രമേ അക്കരെ നാട്ടിലെത്താൻ കഴിയത്തുള്ളൂ. കാരണം അവനെ അനുഗമിക്കും തോറും, ഒരു ശിഷ്യൻ ഗുരുവിനെ അനുഗമിക്കുകയാ, അവന്റെ പോയ പാതയെ അനുഗമിച്ച് അവൻ എവിടെ പോയോ അവിടെ എത്തുകയാ നമ്മൾ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നത് തന്നെ താൻ ത്യജിക്കുവാൻ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കും. ഏറ്റവും വലിയ കാര്യമാണ്. ഈ സ്വയം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ പദവികൾ, ഒറ്റവാക്കി പറഞ്ഞ സ്വയം ഇല്ലെങ്കിൽ ഒരു സത്യം നമുക്കറിയാം, അവനെ കണ്ടാൽ അറിയാം, ഹല്ലേലൂയ, അവൻ ആരോട് പരിഭവം ഉണ്ടാകും, ആരോടും ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അവനില്ലല്ലോ, ഞാനുണ്ടെങ്കിലേ ഈ പ്രശ്നമുള്ളൂ. എന്നെ അറിയാമോ? അല്ലെ ഇങ്ങനെയല്ലേ? അങ്ങനെ എന്നെ അറിയാമോ? തൊട്ടാലുണ്ടല്ലോ ഈ പ്രശ്നം ഞാനാ. ഇവിടെ വചനം പറയുന്നു, തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും അനുഗമിക്കാൻ കഴിയാത്ത ഒരുത്തനും ആ നിത്യത പരദേശയിൽ കാണത്തില്ല, നരകത്തിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, നാം നമ്മെ തന്നെ ത്യജിക്കുവാനുള്ള സമർപ്പണം നമുക്ക് ഉണ്ടായിരിക്കണം. നമുക്കറിയാം, യോഹന്നാന്റെ ലേഖന സുവിശേഷ ഭാഗം 12-ാം അധ്യായം 24 മുതൽ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഇല്ലേ? അങ്ങനെയാണോ? നമ്മളൊക്കെ ഇന്ന് ഈ തടിയിലാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോഴല്ലോ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വേറൊരു തടിയാ ലഭിക്കാൻ പോകുന്നത് നമുക്ക്. മീൻസ് ശരീരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതാ, അങ്ങനെയല്ലേ? അപ്പോ ഇന്ന് നമ്മുടെ അകത്ത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ചില കുരുക്ക്, ചില മണികളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ, പലപ്പോഴും ഈ 2 ദിവസം മുമ്പാ ഒരു പേരയുടെ ഞാൻ പേര കഴിച്ചപ്പോൾ ആ കുരു ഒന്ന് കടിച്ചു. അപ്പോൾ മനസ്സിലെ കർത്താവ് ഓടിക്കൊടുത്ത ചിന്ത എന്നറിയാമോ? അതിനകത്ത് ജീവനുണ്ട്. ആ കുരു നട്ടിരുന്നെങ്കിൽ ആ കുരു പോലെ എല്ലാം വളർന്നു വരാൻ പോകുന്നത് വേറൊരു തടിയായി, എന്താ പറയാ, ഈ പേരക്കമരം അല്ലേ, പേരമരമായി വേറൊരു രൂപത്തിൽ വളർന്നു വരും. കാരണം അതിനകത്ത് ജീവൻ കിടക്കുകയാ. അങ്ങനെയാണോ? ഒരു പേരയിൽ പോലും, ഞാൻ ഇന്ന് ഇതിനെ കണ്ടുകൊണ്ട് പറയാ, ഒരു ചെറിയ വിത്തിൽ പോലും വേറൊരു രൂപത്തിലേക്ക്, വേറൊരു ഭാവത്തിലുള്ള, അല്ലേ, ഒരു രൂപത്തിലേക്ക് വരാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു ജീവൻ അതിനകത്ത് മടഞ്ഞിരിക്കുന്നുണ്ട്.
ഇത്രമുള്ള വിത്ത, ഒരു പയറുമണിയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഒരു വലിയ പടുവൃക്ഷമാകാനുള്ള ഒരു ജീവൻ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും അകത്ത് വീണ്ടും ജനിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്ന ആ വിത്ത്, യോഹന്നാൻ, അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ വിത്ത് നിന്റെ അകത്തിരിക്കുന്നു. അങ്ങനെയല്ലേ? യെസ്. 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, അതിനകത്ത് ദൈവത്തിന് വിത്തിരിക്കുന്നു. ആ ജീവനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാ ക്രിസ്ത്യൻ ജീവിതം. അല്ല, ഇത് അതിനെ തടസ്സപ്പെടുത്തുവാൻ എൻ്റെ ജീവന് കഴിയും. അതുകൊണ്ട് ഓരോ മത്തായിലും മാർക്കോസിലും ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷ ഭാഗത്തിലും എൻ്റെ ജീവൻ വേണോ, നിന്റെ ജീവനെ എനിക്ക് താ. അല്ലെങ്കിൽ എൻ്റെ ജീവന് വേണ്ടി, എൻ്റെ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ പൂർണ്ണമായും ത്യജിച്ചാൽ ഞാൻ നിനക്ക് ആ ജീവൻ നൽകാം. ഇതില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രിസ്ത്യ ജീവിതം ഓടിയെത്താൻ കഴിയത്തില്ല സഹോദരങ്ങളെ. ഓട്ടക്കളത്തിൽ നമ്മളെല്ലാവരും, മനസ്സാവുന്നുണ്ടോ? നമ്മുടെ പെൺമക്കളൊക്കെ വളർന്നു വരുമ്പോൾ ആകെ ചിന്ത മാറിപ്പോകും. നമ്മുടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ പെൺകുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ എല്ലാ മാസം എല്ലാ വർഷമൊക്കെ ഓരോ പവൻ, ഓരോ ഇത്രയ്ക്ക് എനിക്ക് അറിയത്തില്ല, ഓരോ പവൻ മാറ്റി മാറ്റി വെക്കുക. അവിടെ അങ്ങനെ സമ്പ്രദായമായതുകൊണ്ടാണ് നിങ്ങൾ സ്വർണ്ണം മാറ്റി വെക്കാൻ പോകണ്ട. അതൊന്നും വിലയില്ലാത്ത ദിവസം വരാൻ പോവുകയുള്ളൂ. അത് ഇപ്പോഴല്ലേ വരും, അടുത്തതിന് ഒട്ടും വൈകാതെ. ഇതൊക്കെ ചപ്പും ചവറുമായി ഇടുന്ന ദിവസം. അപ്പൊ എന്തുമാകട്ടെ, പെൺമക്കൾ ജനിക്കുമ്പോൾ അതിനകത്ത് പിശാച് അവർ ആ അമ്മമാരകത്തേക്ക് എന്താ പറയുക, ചിന്തകൾ കൊടുക്കുക. ഹല്ലേലൂയ. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആ ഒരു തന്നെത്താൻ ത്യജിക്കാത്തിടത്തോളം കാലം എനിക്ക് യേശുവിനെ അനുഗമിക്കാൻ പോലും കഴിയത്തില്ല എന്ന കാര്യം മറന്നു പോകരുത്. അങ്ങനെയുള്ളവർക്ക്, ആ തന്നെ ത്യജിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ കൂടെ ഓടുവാൻ, ആ ഓട്ടക്കളത്തിൽ ഓടി എത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ, പെമ്മക്കൾ വളരുമ്പോൾ ആകുലകൾ വരും അല്ലേ? ലൂക്കോസ് 22-ാം അധ്യായത്തിലല്ലേ പറയുന്നത്, കേഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പഠിച്ചതാ. ഈ ലോകത്തിലെ ആകുല ചിന്തകളെ കുറിച്ച് ഭാരം കടത്തിവിടും ഇല്ലേ? ആണോ? യെസ്. ഇതൊക്കെ എന്നെ വലിഞ്ഞു മുറുക്കും. മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ വീട്, ഇതൊക്കെ തരുവാൻ കഴിവുള്ളവനും, ഇതെല്ലാം എൻ്റെ അക്കൗണ്ട് എനിക്ക് ആവശ്യമാണെന്നും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നവൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പഴയ ക്ലാസ് ഓർമ്മയുണ്ടോ? 2 പത്രോസ് 1-ാം അധ്യായം 3-ാം വാക്യം അല്ലേ? ജീവനും ഭക്തിക്കും ആവശ്യമായെല്ലാം എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടാ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വിശ്വാസമില്ല, നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അവനെ അനുഗമിക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് ഇതെല്ലാം എൻ്റെ ജീവിതത്തേക്ക്, എനിക്ക് വീടോ കാറോ ആവശ്യമായതോ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ തരുവാൻ അവൻ പിശിക്കണമെന്നല്ല സഹോദരങ്ങളെ. ഹലോ, പിശിക്കണമെന്നല്ല, നമ്മൾ പിശിക്കും. ഇത് ഇത്ര പോരേടാ, 500 രൂപയ്ക്കുമ്പോൾ 200 പോരേ, നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ, ശീലിച്ചു പോയത് കൊണ്ടാണ്. ഓട്ടോറിക്ഷക്കാരൻ 110 ചോദിച്ചാൽ എന്താ, ഞാൻ ഇന്നലെയും കൂടി 100 കൊടുത്തുള്ളല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക. 5 രൂപ കൂല് കൊടുക്കുന്നേ, നഷ്ടമൊന്നും സംഭവിക്കത്തൊന്നുമില്ല. നമ്മുടെ പ്രവൃത്തികൾ അവരെ ക്രിസ്തുവിലേക്ക് നയിക്കാനിടയെത്തി. നമ്മൾ ഈ പിശുക്കി ഈ വയറ് പൊട്ടിയ ചാളയൊക്കെ മേടിച്ചിട്ടാണ് കഴിക്കുന്നത്. പൈസ ഒക്കെ മേടിച്ചാൽ നെയ്മീനൊക്കെ മേടിച്ചാൽ കഴിക്കുക അല്ലേ? എന്തുമാകട്ടെ, സ്വയത്തെ ത്യജിക്കങ്ങട്, എന്നിട്ട് കർത്താവിനെ അനുഗമിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആ ഓട്ടത്തിൽ ഓടിച്ചെത്താൻ കഴിയത്തില്ല. 2-ാമത്തെ കാര്യം, ഓടിച്ചു വിടുകയാണ്. പിമ്പിലുള്ളത് മറന്നുകൊണ്ട് എന്ത് ചെയ്യണം? ആഞ്ഞും കൊണ്ട് മുമ്പിലേക്ക് ഓടുവാൻ, ഒരു ലാക്കിലേക്ക് ഓടുവാൻ നമുക്കൊരു സമർപ്പണം ഉണ്ടായിരിക്കണം. പിമ്പിലുള്ളത്, ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. വാക്ക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. നിങ്ങൾ പൗലോസിനെ പഠിച്ചു നോക്കണം. പൗലോസിന്റെ ആദ്യ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് പറയും, ഞാൻ അപ്പോസ്തലന്മാർ കുറവൊന്നുമല്ലെന്നൊക്കെ പറഞ്ഞ് പൗലോസ് വാത് കിട്ടുന്നുണ്ട്. അവിടെ അപ്പോസ്തലന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ ആരാ? അപ്പോസ്തലന്മാർ ചെറിയവനൊന്നുമല്ല, ഞാനും അപ്പോസ്തലൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജീവിതയാത്രയിൽ പൗലോസ് വൃദ്ധനായി വരുമ്പോൾ, അവനകത്ത് പരിജ്ഞാനത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ അവസാനം പറയുക, ഞാൻ പാപിയിൽ 1-ാമത്തനാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ലേഖനങ്ങളിലേക്ക് ഒടുവിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് പറയുക, ഞാൻ പിടിച്ചു എന്ന് വിചാരിക്കുന്നില്ല, പിടിക്കാമോ എന്ന് ചോടുകയാ, താഴ്മയിലേക്ക് വരികയാ അല്ലേ? ഒരു നെൽമണി, ആ വയലിൽ പോയ നെൽമണി വിളഞ്ഞ് വഴുമ്പോൾ ആ നെൽമണിയുടെ ആ ഭാരം നിമിത്തം തല താഴേക്ക് പോകുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ടാഞ്ഞുകൊണ്ട് പോകുമ്പോൾ നമുക്ക് താഴ്മയും സഹനത്തിലേക്ക് മാറുകയാണ് നമ്മളെല്ലാവരും. ഇതത് തന്നെ പറയുന്നു. പൗലോസ് പറയുക, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന ആരാ? പറയുന്ന വ്യക്തി ആരാ? പ്രത്യാശയുടെ കൊടുമിൽ നിൽക്കുന്നവനും വിശ്വാസത്തിന് ഏറ്റവും വലിയ ആളാ. വിശ്വാസത്തെക്കുറിച്ച് വ്യക്തമായി ഏറ്റവും അധികം പഠിപ്പിച്ച വ്യക്തിയാ പൗലോസ്. പക്ഷെ ഇപ്പൊ പറയാന്നറിയാമോ? ഞാൻ പിടിച്ചിരിക്കൂ എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിലേക്ക് ലാക്കിലായി ഓടുകയാ. നമ്മൾ എങ്ങനെ കർത്താവ് വിളിച്ചത്? സ്വർഗീയ വിളി കോഹരിക്കാരെ,
നമ്മളെ വിളിച്ച ന്യൂ ലൈഫുകാരെ, IPC-ക്കാരെ, അല്ലേ, കത്തോലിക്കാരെ, എന്താ ക്രിസ്ത്യാനി എന്നല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മെ വിളിച്ചതാണെന്നറിയാമോ? സ്വർഗീയ വിളിക്കോർ യഹോവരിക്കാർ. യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ അവിടെ നമ്മെ വിളിച്ചിരിക്കുന്നത് കാൺമീൻ. പറ, 3-ാം അധ്യായം 1-ാം വാക്യം. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. പെന്തക്കോസ്തുകാരെന്നോ IPC-ക്കാരെന്നോ ന്യൂ ലൈഫുകാരോ ഒന്നുമല്ല വിളിക്കുന്നത്, ദൈവത്തിന്റെ മക്കളെന്ന്. ഇതറിയുമ്പോഴാ എൻ്റെ അപ്പന്റെ ഭവന ലാക്കിലേക്ക് നോക്കി ഓടുന്നത്. നമ്മൾ ഇവിടെ പറയുന്നു, ഞാൻ ഒന്ന് ചെയ്യുന്നു, എന്താ? പിമ്പിലുള്ളത്. പിമ്പിൽ ഇഷ്ടം പോലെയുണ്ട്, എനിക്കുമുണ്ട് ആവശ്യത്തിലേറെ. എൻ്റെ വീടും നമ്മുടെ വാഹനങ്ങളും ലോകത്തിലെ എല്ലാം എൻ്റെ പുറകിലാണ്. പക്ഷെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, ദൈവരാജ്യം മാത്രം, പിതാവ് മാത്രം, ലഭിക്കാൻ പോകുന്ന നിത്യത മാത്രമേ മുമ്പിലുള്ളൂ. ഇതൊക്കെ എൻ്റെ മുമ്പിൽ വന്നാൽ, സമ്പത്ത് എൻ്റെ മുമ്പിൽ വന്നാൽ, ഞാൻ പിന്നെ എൻ്റെ ദൈവം സമ്പത്തായി മാറും. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാത്തവനല്ല. ഇതെല്ലാം പുറകിലാ കിടക്കുന്നത്. പുറകിൽ, ഹല്ലേലൂയ, പുറകിലാ കിടക്കുന്നത്. മുമ്പിൽ വരുവാൻ സമ്മതിക്കരുത്. നമ്മുടെ ലാക്ക് തെറ്റിച്ചു കളയും. എൻ്റെ ലക്ഷ്യം, എൻ്റെ ധനമോഹം എന്തെങ്കിലും ആവട്ടെ, എൻ്റെ മറ്റേതെങ്കിലും വിഷയത്തിലുള്ള പ്രശ്നമാണെങ്കിൽ പോലും അത് മുമ്പിൽ കിടന്നാൽ നമ്മുടെ ലാക്കിലേക്ക് ഓടിത്തെത്തിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അത്ര സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിമ്പിലുള്ളത് മറന്നുകൊണ്ട് ഓടുവാൻ പൗലോസമേ നമ്മളെ ഉത്സാഹിപ്പിക്കുകയാ. ഞാൻ ഒന്ന് ചെയ്യുന്നു, പിമ്പിലുള്ളത് മറക്കുന്നു. ഇതെല്ലാം പിമ്പിൽ കിടക്കുക, ആരും കൊണ്ടുപോകത്തൊന്നുമില്ലെന്നേ, പേടിക്കൊന്നും വേണ്ട. പക്ഷേ അതൊന്നും എൻ്റെ നെത്തിലേക്ക് അടുപ്പിക്കില്ല. ഈ ലൂക്കോസിൽ ഒരു വാക്യമുണ്ട്, 22-ാം അധ്യായമാണ് തോന്നുന്നു. അവിടെ പറയുന്നില്ലേ, ഞാൻ സമ്പാദിച്ചു കൂട്ടി കളപ്പുരകൾ പൊളിച്ച്, അല്ലേ, ഞാൻ എല്ലാം കൂട്ടിവെക്കും, പക്ഷെ നിന്റെ പ്രാണൻ എന്ന് ചോദിച്ചാലോ? അവിടെ കർത്താവ് പറയുന്നില്ലേ, നിന്റെ പ്രാണൻ എന്ന് ചോദിച്ചാലോ? ഇതൊന്നും നമ്മളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ദൈവസമ്പന്നമായി നിങ്ങൾ എന്തായിത്തീരണം? സമ്പന്നന്മാരായിത്തീരണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ വിട്ടുപോകുക, പിമ്പിലുള്ളത് മറന്നുകൊണ്ട് മുമ്പിലുള്ള വിരുദിലേക്ക്, ലാക്കിലേക്ക് ഓടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. നമ്മുടെ മുമ്പിൽ അത് മാത്രമായി തീരണം. 2 തിമോഥെയോസ് 4:7 പറയുകയാണ്. 2 തിമോഥെയോസ് 4:7, ഞാനോ ഇപ്പോൾ പാനീയ യാഗമായി ഒഴുക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. പാരാലൈബിലിറ്റി എത്ര ഇട്ടാലും ഇതൊന്നും ആ വിസയുടെ സമയം കഴിയുമ്പോൾ നമ്മൾ പോയേ മതി അകത്ത് സഹോദരങ്ങളെ. എത്ര വലിയ തായൊക്കെ വലിച്ചു കയറ്റി, എത്ര വലിയ പാരാലൈബിലേക്ക് ഇട്ട് ഒപ്പിച്ച് നോക്കിയാലും നമ്മുടെ വിസയുടെ സമയം കഴിയുമ്പോൾ നമ്മൾ പോയേ മതിയാകത്തുള്ളൂ. അങ്ങനെയല്ലേ ഈ സംഘത്തൊക്കെ 90 പറയുന്നില്ലേ? എന്താ സംഘം 90 1-ാം വാക്യമുണ്ടല്ലോ, എന്താ? ഞാൻ വിളിക്ക ഒരു വാക്യം എന്താണെങ്കിലും ഇതൊക്കെ നമ്മൾ പോയേ മതിയാകത്തിൽ പോകുമ്പോൾ നമുക്കൊരു ലക്ഷ്യസ്ഥാനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. ഇതാണ് പിന്നീട് നമ്മൾ ചിന്തിക്കും, നല്ല പോർ പൊരുതുകയാ. എൻ്റെ ഓട്ടം ഓടുമ്പോൾ അവിടെ ഇവിടെ നോക്കി, അവിടുത്തെ മോഹങ്ങൾ നോക്കി ഒല്ല ഓടുന്നത്, ലക്ഷ്യം മുഴുവൻ നിശ്ചിത മാത്രമായിരിക്കും. അല്ലേ, ഇച്ചിരി ആൾക്കാർക്ക് ഇച്ചിരി ഡ്രസ്സേ ഉള്ളൂ, അല്ലേ? നമുക്ക് പറയും ഇച്ചിരി, നമ്മൾ പിള്ളേർ നാണം കാണിക്കാറില്ലേ, അയ്യ എന്താ ഇങ്ങനെ കാണിച്ചത്? പിന്നെ ഇപ്പൊ അതാ ഫാഷനായി മാറിയല്ലേ, ഇപ്പൊ അത് ഫാഷനായി മാറി. എന്താണെങ്കിലും നമ്മുടെ ലോകഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാ മോഹങ്ങളൊക്കെ മാറ്റി വെച്ചില്ലെങ്കിൽ നിത്യതയ്ക്ക് ഓടാൻ കഴിയത്തില്ല. നമ്മൾ കടഭാരങ്ങൾ വന്ന് നമ്മുടെ തലയെ കയറി കടക്കടിയിൽ പെട്ടുപോയാൽ പിന്നീട് ഓട്ടം ഓടി തിളക്കാൻ കഴിയില്ല സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞ് മനസ്സാവുന്നുണ്ടോ? എത്രയും വേഗം അതിനുള്ള മാർഗം കർത്താവിനോട് ചോദിച്ച് വാങ്ങി ആ ലക്ഷ്യക്ക് വേണ്ടി വിട്, മാനസാന്തരപ്പെട്, ദൈവത്തിലേക്ക് മടങ്ങി വാ. നഷ്ടപ്പെടുവാൻ ഒരു വലിയ നഷ്ടമാണ് നമുക്ക്. കാരണം ഈ ആയുസ്സൊക്കെ ഇവിടെ അസ്തമിക്കും, നശിക്കാത്ത ലോകമുണ്ട്, അവിടെ കടന്നു കയറുക എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. അടുത്ത വാക്യം പറയുക, വിശ്വാസം കാത്തു. ഇവിടുത്തെ വിശ്വാസം സാധാ വിശ്വാസമല്ല, വിശ്വാസ പ്രമാണമാണ്. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിധി, ആ വചനം, ആ കർത്താവ്, എൻ്റെ മരണപര്യന്തം ആ വചനം ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു മോഹങ്ങൾക്കും ആ വചനം അനുസരിക്കുവാൻ കഴിയാതെ മാറ്റി, അല്ലേ, വചനം അനുസരിക്കുവാൻ തടസ്സമില്ലാതെ എൻ്റെ എല്ലാ മോഹങ്ങളെയും മാറ്റിക്കൊണ്ട് ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുക. നിങ്ങൾ അങ്ങനെയാണോ? ഹല്ലേലൂയ. നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ എല്ലാം നമുക്ക് നൽകിയിട്ട് കർത്താവ് വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്, അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. എന്താ? നമുക്കില്ലാത്ത സാധനമാണ്, അല്ലേ? അച്ചടക്കം. അപ്പൊ അച്ചടക്കം ഉണ്ടാകുക. ഞാൻ ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്യം, വായിച്ച വാക്യം തന്നെയാ, അംഗം പൊരുന്നതിനൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നമ്മൾ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. എന്താണെങ്കിലും ഈ ഒരു വ്യവസ്ഥ നമുക്ക് അത് മാത്രം പറഞ്ഞു പോകുക. ഒരു വ്യവസ്ഥ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്, അത് വിട്ട് നമുക്ക് ഓടുവാൻ കഴിയത്തില്ല. എല്ലാത്തിനും എന്തുണ്ട്? ക്രമമുണ്ട്. ഞാൻ പറയാൻ പോയി ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് അംഗം പൊരുന്നവനൊക്കെ ഒരു ക്രമത്തോടെ പോകുന്നില്ലെങ്കിൽ, അല്ലേ, ഞായറാഴ്ച നമുക്ക് കർത്താവ് നമുക്ക് എന്താ തന്നിരിക്കുന്നത്?
കർത്താവ് ഞായറാഴ്ച നമുക്ക് എന്താ ഉള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം കുറെ പഠിച്ച് എടുക്കാൻ വേണ്ടി എടുക്കുക, എന്നിട്ട് കർത്താവ് തരുന്നില്ല ശബത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി. ഓക്കെ, എന്താ ഞായറാഴ്ച? ഞായറാഴ്ച ശബത്തല്ല, അത് വിട്ടേക്ക്, അത് ക്രിസ്തുവിലെല്ലാം പൂർണ്ണമായി. ഞായറാഴ്ച എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്. മനസ്സാവുന്നുണ്ടോ? ആ ഉയർപ്പ് നമുക്കൊന്ന് ആഘോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ കർത്താവ് വന്നാൽ ഞാൻ ഉയർക്കുമെന്ന് എന്താ ഉറപ്പ്? ഒന്നും വേണ്ടിയില്ല. ഓക്കെ, ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കാണും. നമുക്കൊരു എന്താണെന്നറിയാമോ, ഒരു അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യമാണ്? എല്ലാത്തിനും ഒരു അച്ചടക്കം നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. ഞാനത് അത്ര മാത്രം പറഞ്ഞു പിടിക്കുക, നമ്മുടെ സമയം തീരാറായി. നാലാമത്, പരിശീലനമുണ്ട് നമുക്ക്. ഈ ക്രിസ്ത്യൻ ജീവിതം ഒരു പരിശീലനമാണ്. റോമർ 8:28 പറയുക, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ കർത്താവ് അടക്കുന്ന എന്തുമാകട്ടെ, അത് നന്മയാവട്ടെ, നമ്മുടെ കണ്ണാൽ തിന്മയായി തോന്നിയേക്കാം, അല്ലെങ്കിൽ തിന്മയെങ്കിൽ തിന്മയാവട്ടെ, എന്താണെങ്കിലും അതെല്ലാം എൻ്റെ ഒരു പരിശീലന കളരിയാണ്. സഹിഷ്ണുത, ആ കർത്താവിനെ പോലെ സഹിഷ്ണുതയിലേക്ക് വളർന്നു വരാൻ വേണ്ടിയാണ്, അല്ലേ? എല്ലാം എന്താ പറയുക, യാക്കോബ് 1:12 പറയുന്ന പോലെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായി തീരാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വാഴ്ച നമുക്കുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം ഇവിടെ കഴിഞ്ഞ് എങ്ങനെയും കഷ്ടപുഷ്ടി ജയിച്ച് അവിടെ പോകാൻ വേണ്ടിയില്ല. കർത്താവ് നമുക്ക് വാഴുവാനൊക്കെ വെച്ചിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യമൊക്കെ വായിച്ചു നമ്മൾ ഉണ്ടല്ലേ? സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുക. ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അങ്ങ് ഒട്ടനവധിയുണ്ട്. പക്ഷേ 5-ാമത്തെ വാഴുവാൻ പാപനിമിത്തം നമുക്കാവില്ല. ഇത് ഇന്ന് അടക്കാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ഇന്ന് നമ്മൾ ലോകത്തെയും ജഡയിച്ചകളെയും പിശാചിനെയൊക്കെ അടക്കുക. നമ്മൾ എന്താണെന്നറിയാമോ? 5-ാമത്തെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാണ്. അത് 1000 ആണ്ടിൽ എനിക്ക് നിങ്ങൾക്ക് കർത്താവ് തരുമെന്ന കാര്യം മാറ്റമില്ലാത്ത വാക്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ട്രെയിനിങ്ങാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, എല്ലാം ട്രെയിനിങ്ങാണ്. യെശയ്യാവ് പറയാം, എങ്കിലും യെശയ്യാവ് 40:31 വാക്യം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പൊറുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എങ്ങനെയാ അത് ചെയ്യുന്നത്? എൻ്റെ ഓരോ ദിവസം എൻ്റെ പ്രാക്ടിക്കൽ ലൈഫാണ് എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. വീഴ്ചകൾ സംഭവിക്കും, താഴ്ചകൾ സംഭവിക്കും, വിശ്വാസം താഴെ പോകും, അല്ലേ? കപ്പൽ നാടിപ്പോകും, പാപം നിമിത്തം പാപം ചെയ്തു പോയേക്കാം, ജഡം വളർന്ന് പന്തലിച്ചേക്കാം. എന്നാലും നാളെ ഒരു ദിവസം വീണ്ടും കിടക്കുകയാണ് എനിക്ക്. ഹല്ലേലൂയ. അവിടെ ആത്മാവിനാൽ ശക്തി പ്രാപിച്ചുകൊണ്ട് ആ പരിശീലനത്തിൽ ഞാൻ മുന്നോട്ട് കടന്നു വരുമ്പോൾ ഒരു ദിവസം മല പോലെ ഇരിക്കുന്ന എല്ലാ പാപങ്ങളും എൻ്റെ മുമ്പിൽ ജയിക്കാൻ കഴിയാതെ, ചാടിക്കടക്കാൻ കഴിയാതെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മഹാപർവ്വതമേ, ഒരു ദിവസം നിന്നെ ഞാൻ ചാടിക്കിടക്കുന്ന ദിവസം വരും. അതെൻ്റെ പ്രാക്ടീസാ. എൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നെ നടത്തി കൊടുക്കുന്ന വിധങ്ങളാണ്. ഒരു വാക്യം കൂടി വായിക്കുന്നു. ആവർത്തനം 32-ാം അധ്യായം 11-ാം വാക്യം. ആവർത്തനം 32-ാം അധ്യായം. നിങ്ങൾക്ക് ഈ വാക്കുകളൊക്കെ ഒരു ഓടിച്ചു പോകുമ്പോൾ കേട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഇന്ന് അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് അത് വീണ്ടും കേൾക്കാം, നിങ്ങൾക്ക് ആ വചനങ്ങൾ വീണ്ടും എടുക്കാം. വാക്യം പറയുന്നു, ആവർത്തനം 32:11, താൻ അവരെ മരുഭൂമിയിലും ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്തിലും കണ്ടു, അവരെ ചുറ്റി പരിപാലിച്ചു, കൺമണി പോലെ അവരെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങളുടെ മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചവരെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവരെ വഹിച്ചുകൊണ്ട് ട്രെയിനിങ് നൽകുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ വിചാരം, നമ്മളൊരു കഷ്ടത്തിലേക്ക് വിടുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് നമ്മൾ കഷ്ടം പറയുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നല്ലവണ്ണം നടക്കുമ്പോൾ 4 കാൽപാദങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ കാൽപാദം കൂടാതെ വേറെ 2 കാൽപാദം നമ്മുടെ കൂടെ കാണും. ഞാൻ മാത്രമല്ല, ഒട്ടനവധി വിശുദ്ധന്മാരൊക്കെ പറയുന്ന കാര്യമാണ്. എന്താ? നല്ലവണ്ണം ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാൽപാദങ്ങൾ കൂടാതെ 2 പാദങ്ങൾ കാണാൻ കഴിയും. എന്നാൽ എന്നെ ആ പരിശോധനയിലേക്ക് ദൈവം കടത്തിവിടുമ്പോൾ, എന്നെ തികഞ്ഞവനാക്കുവാൻ ആ ട്രെയിനിങ്ങിലേക്ക് എന്നെ കടത്തിവിടുമ്പോൾ, ഒരുപക്ഷെ കഷ്ടം ദുഃഖമൊക്കെ ആയിരിക്കാം, എന്താണെങ്കിലും അന്ന് 2 കാൽപാദങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ നമുക്ക് തോന്നുന്നു, എൻ്റെ കർത്താവ് എന്നെ ഇട്ടേച്ച് പോയല്ലോ, നീ എവിടെ പോയി വിളിച്ചു, നീ ഇതിനാണല്ലോ എന്നെ വിളിച്ചതൊക്കെ പറഞ്ഞ് നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ കാൽപാദമല്ലത്. ഞാൻ അവൻ്റെ മാറില്ല, അവൻ്റെ ഉള്ളം കയ്യില, അവൻ്റെ കാൽപാദമാണ് കാണുന്നത്. അവൻ എന്നെ വഹിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നറിയാമോ? മരുഭൂമിയിൽ കൊണ്ടുപോയി എന്നോട് ഹൃദ്യമായി സംസാരിക്കാൻ വേണ്ടിയാ, അവൻ്റെ മനസ്സൊന്ന് പങ്കുവെച്ച് തരാൻ വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ വിട്ടുപോകുന്നു. ഇതെല്ലാം പരിശീലന കളരികളാണ് നമ്മുടെ ക്രിസ്തു ജീവിതം തികഞ്ഞവനാക്കുവാൻ. ഹല്ലേലൂയ. പണ്ട് അങ്ങനെയല്ല, ഞാനും അങ്ങനെയൊന്നും ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇന്ന് അധികാരത്തിൽ ശുശ്രൂഷകൾ, അല്ലേ, തെറ്റാന്ന് വിളിച്ചു പറയുക, പൗലോസിനെ പോലെ പത്രോസിനെയൊക്കെ ശാസിക്കുന്നത് പോലെ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അധികാരത്തിൽ ശുശ്രൂഷ. സഭയാണ് നമ്മുടെ മുഖ്യം. സഭയിൽ ഇടറിപ്പോകാൻ പാടില്ല. സഭ തേജസ്സോടെ വെളിപ്പെട്ട് വരണം. അതാ നമ്മുടെ മുഖ്യമായ കാര്യം. മനുഷ്യരോട് യാതൊരു കമ്മിറ്റ്മെന്റും നമുക്കില്ല. അതൊക്കെ പറഞ്ഞ് മനസ്സിലായി? നിത്യതയാണ്, നമ്മുടെ ഓരോ ജനത്തിലെ നിത്യതയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. 5-ാമത് പറഞ്ഞ് ഞാൻ വിടുകയാണ്.
പാട്ടുകാരൊക്കെ കയറിക്കോട്ടോ. 5-ാം വാക്യം, കൃപക്കൊത്തവണ്ണം നാം ഓടുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ 10 മുതൽ 15 വരെ പഠിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണെന്നറിയാമോ? നിങ്ങൾ പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടൊക്കെ ഒരുപാട് സമ്പാദിച്ചു, സ്വർണം കൊണ്ട് വെള്ളി കൊണ്ടൊക്കെ സമ്പാദിച്ചു. പക്ഷേ അതിന് തൊട്ടു മുകളിൽ ഒരു മനോഹരമായ വേദവാക്യമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-ാം വാക്യമായിരിക്കും. കൃപ കൊണ്ട്, കൃപയിൽ മേലാണ് അതെല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലേ? 1 കൊരിന്ത്യർ 3-10 വാക്യം പറയുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10-ാം വാക്യം, എനിക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണം. വെറുതെ എന്തെങ്കിലും പുല്ല് വെട്ടിക്കൂട്ടുന്ന വെട്ടിക്കൂട്ടുകയല്ല. പണിയുന്നുവെങ്കിൽ അത് നിത്യതയ്ക്ക് വേണ്ടി പണിയണം. കള്ളൻ മോഷ്ടിക്കാത്ത, തുരുമ്പെടുക്കാത്ത ആ നിത്യമായ ലക്ഷ്യത്തിലേക്ക് നോക്കി പണിയുന്നില്ലെങ്കിൽ നമ്മുടെ പണിയൊക്കെ ഒരു ദിവസം തീ വന്ന് ശോധന ചെയ്യുമ്പോൾ നഷ്ടമാകാൻ അതിന് ഏക മാർഗം എനിക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം ഞാൻ പണിതിരിക്കുന്നു. പൗലോസ് പറയുക, ദൈവകൃപയാണ് ഇന്ന് കേൾക്കുന്നത്, ദൈവകൃപയാണ്. ഞാൻ നമ്പർ 1 വിക്ക ഒരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് വരത്തില്ലായിരുന്നു. ഒരു വാക്ക് ഒരു ഗ്ലാസ് മുറിയുടെ അകത്തേക്ക് കയറുവാൻ കൈയും കാലും വിറക്കുമായിരുന്നു. കാരണം ഞാൻ അങ്ങനെയായി ബാല്യം മുതൽ ജനിച്ചു വളർന്നത്. ഭയമാണ് എല്ലാത്തിനും. പക്ഷെ ഇന്ന് നിൽക്കുന്നത് മുഴുവനും ഒരു കഴിവും പറയാനില്ല, മുഴുവനും കൃപ മാത്രമാണ്. അതുകൊണ്ട് 2 കൊരിന്ത്യർ 3-5-6 വാക്യം പറയുന്നു, ഞങ്ങളിൽ എന്നിന്നു തന്നെ വന്നുപോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ എന്ന് പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമാണ്. എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ഞങ്ങളിൽ നിന്നല്ല വരുന്നത്, അവന്റെ കൃപ മാത്രമാണ്. 1 കൊരിന്ത്യർ ഒരു വാക്കിൽ പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താൻ പോകുക. റെഡിയായിക്കോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വാക്യം, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വൃദ്ധമായതുമില്ല. എല്ലാവരെക്കാൾ അധികമായി ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഇത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. എന്റെ വാക്ക് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ഗ്രഹിച്ചോ നിങ്ങൾ? ഒരു ക്രിസ്ത്യൻ ജീവിതം നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചു. ഒരു ഓട്ടം ഓടി തകർക്കാൻ വേണ്ടി. വെറുതെ ഓടിയാൽ പാതി വഴിയിൽ അവിടെയും ഇവിടെയും ആൾക്കാർ ഇടറി വീഴും. ലോകമോഹങ്ങൾ. പൗലോസ് പറഞ്ഞു, ദേമാസ് നമ്മളെ വിട്ട് ലോകത്തിലേക്ക് പോയി. അവൻ പൗലോസിന്റെ കൂടെ മിനിസ്റ്റർ ചെയ്ത വ്യക്തിയാ. പക്ഷെ ലോക സ്നേഹം കയറിയപ്പോൾ അവൻ നമ്മെ വിട്ടുപോയി. നമ്മുടെ ഇടയിൽ ഒട്ടനവധി ആൾക്കാർ വീണ് പോയേക്കാം. നമ്മുടെ മുമ്പേ ഓടിപ്പോണ്ടിരിക്കുന്ന ആൾക്കാർ താഴെ വീണ് പോയേക്കാം. പക്ഷേ അതല്ല നമ്മുടെ ലക്ഷ്യം. നിത്യതയാണ്. ഒരു വ്യക്തിയെ കണ്ടല്ല നാം ഓടുന്നത്, ക്രിസ്തുവിനെ കണ്ട നമ്മൾ ഓടുന്നത്, നിത്യത കണ്ട നമ്മൾ ഓടുന്നത്. അതുകൊണ്ട് ഈ ഓട്ടത്തിൽ ഒന്നും നമ്മെ തെറ്റിക്കുവാൻ ഇട കൊടുക്കരുത്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ മോഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്നിനും നമ്മുടെ നിത്യതയെ തടസ്സപ്പെടുത്തുവാൻ, എന്റെ ലാക്കിനെ ഇടറിക്കളയുവാൻ നമ്മളെ ഉണ്ടാക്കി കൊടുക്കരുത്. നമുക്ക് ആ നിത്യത്തിലേക്ക് എത്തിപ്പെടാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കർത്താവിന്റെ വരവ് പടിവാതിലൊക്കെ ആയിരിക്കുന്നു. ചില ചെറിയ ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയോ വർഷങ്ങൾ ഓടിയില്ലേ, കഷ്ടവും ദുഃഖമൊക്കെ അനുഭവിച്ചില്ലേ. ഇനി ചെറിയ മണിക്കൂറുകൾ മാത്രം ഒന്ന് സഹിച്ചാൽ നമ്മൾ എത്തേണ്ടടുത്ത് നാം എത്തിയിരിക്കും. സന്തോഷമാണോ? ഇത് സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ, വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലെല്ലാം മാറിയിടുമേ. വിന്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ, എന്നല്ലെല്ലാം മാറിയിടുമേ. കുരുടൻ കാഴ്ചയും ചെകിടനു കേൾവിയും, ഊമനും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും, ഊമനും മൂട
ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ കാണും. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിസ്മയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലെല്ലാം മാറിയിടുമേ. നിറഞ്ഞുകൊണ്ട് വിസ്മയമാകും ശരീരം ഒരു ദിവസം ആവിൻ ഉയർപ്പിന്റെ രൂപി ദിവസം നൽകുമ്പോൾ എന്റെ കർത്താവ് ഉയർത്തുന്നത് പോലെയുള്ള ആ ഉയർപ്പിന്റെ ദിവസം, രോഗമില്ലാത്ത, മരണമില്ലാത്ത, പട്ടിണിയില്ലാത്ത, മുറവിളിയില്ലാത്ത ദിവസം അത് വിദൂരമല്ല. അത് എന്റെ വിശ്വാസം ശാന്തമായ എല്ലാ കടലും അടച്ച് ഇന്ന് കേട്ടതുപോലെ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവരെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. ആ വിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓട്ടം ഓടുവാൻ എന്നെക്കുറിച്ച് കാൽവരി കുരിശിൽ അവൻ മരിക്കുമ്പോൾ തന്റെ ഓമന ഏകജാതനായ പുത്രനെ കാൽവരി കുരിശിൽ തകർത്ത് കളയുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണോ അത് നിവർത്തീകരിച്ചെടുക്കുവാൻ ആ ഹിതം ഞങ്ങളുടെ ഉള്ളിൽ എഴുതുവാൻ തക്കവണ്ണം ഇന്ന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഈ ആഴ്ചവട്ടത്തിൽ 1 ദിവസം ഉയർപ്പിന്റെ ആഘോഷം, എന്റെ കർത്താവ് മരണത്തെ ജയിച്ച്, മരണത്തിന് അധികാരിയായ പിശാചിനെ ജയിച്ച് ആ ഉയർത്തെഴുന്നേറ്റ ആ ഉയർപ്പിന്റെ ദിവസം ആഘോഷിക്കുവാൻ ഇന്ന് ഞങ്ങളെ കൂട്ടിവരുത്തി കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിൽ കടന്നു വരുന്നു. ഇന്ന് അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനും അങ്ങയുടെ നന്മയുടെ ഓഹരി അവിടുത്തെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനൊക്കെ ആയിട്ട് കർത്താവിന്റെ കൃപക്കായി സ്തോത്രം. മാറ്റമില്ലാത്ത വചനം കൊണ്ട് ഇന്ന് പകലിൽ ഞങ്ങളെ കഴുകിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഉറപ്പിച്ച കൃപക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ട്, രോഗത്താൽ പീഡ അനുഭവിക്കുന്ന ഞങ്ങളുടെ നടുവിലുണ്ട്, കുടുംബ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവർ ഞങ്ങളുടെ നടുവിലുണ്ട്. ഇന്ന് പകലിൽ കർത്താവിന്റെ ആത്മാവ് എല്ലാവരെയും ആവശ്യം പോലെ കൊടുത്ത് അവരെ ആ സ്വർഗീയ പ്രദേശത്തിലേക്ക് കർത്താവ് നടത്തുമ്പോൾ അവിടെ എല്ലാ ഭാരങ്ങളും മാറ്റുന്ന കൃപക്കായി നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് യേശുവിന്റെ നാമത്തിനെ. ആമേൻ. നമുക്ക് ആശ്വാസതലകളെ വിളകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രദൈവത്തെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തന്മാരുടെയും പ്രത്യാശ വിശ്വാസം നിറഞ്ഞ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരുടെയും യേശുവിന്റെ മേഘ പ്രത്യക്ഷത ഉണ്ടാക്കി മാറട്ടെ. ആമേൻ, ആമേൻ. ജയത്തിൽ കർത്താവിനെ വിശുദ്ധ കരങ്ങളെ ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ.